നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇസ്ലാം മതരാഷ്ട്രവാദത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിൻവാങ്ങി എന്ന് നേതാക്കൾ അവകാശപ്പെടുമ്പോഴും സംഘടനയുടെ ലക്ഷ്യം മതരാഷ്ട്ര സ്ഥാപനമാണെന്നത് ഭരണഘടനയിൽ നിന്നും നീക്കിയിട്ടില്ല. മൗമൂദിയുടെ ആശയങ്ങളല്ല ഇപ്പോൾ പിന്തുടരുന്നത് എന്ന് ഇതേ നേതാക്കൾ തന്നെ ആവർത്തിക്കുമ്പോഴും മൗമൂദിയുടെ ചിത്രം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വെബ്സൈറ്റിലെ മുഖചിത്രം. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. ജമാഅത്തയുടെ പുതിയ അടവ് നയം രാഷ്ട്രീയ പ്രവേശനത്തിനോ? ഇപ്പോഴും ലക്ഷ്യം ഇഖാമത്തുദ്ദീൻ തന്നെയല്ലേ? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ BJPയുടെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഒപ്പം എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ആരിഫ് ഹുസൈൻ, മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിൻവാങ്ങിയെന്നും മൗമൂദിയൻ ആശയങ്ങളല്ല ഇപ്പോൾ പിന്തുടരുന്നത് എന്നും നേതാക്കൾ അടുത്ത കുറച്ചു കാലങ്ങളായി ഇങ്ങനെ അവകാശപ്പെടുകയാണ്. അത് ചില സ്വകാര്യ ചാനലുകൾ മുഖേനയും അവരുടെ ആശയങ്ങൾ വിപുലപ്പെടുത്തുന്ന മറ്റു പല മാർഗങ്ങളിലൂടെയുമൊക്കെയാണ് ഇത് അവകാശവാദങ്ങളായി ഉന്നയിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ സംഘടനയുടെ ഭരണഘടനയിൽ ഇഖാമത്തുദ്ദീൻ എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിൻവാങ്ങി എന്ന പ്രചാരണം ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത് എന്തിനായിരിക്കും? ജമാഅത്ത് ഇസ്ലാമിയുടെ ഇത്തരത്തിലുള്ള പരിണാമത്തെക്കുറിച്ച് നമ്മൾ മുന്നേയും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അന്നും നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു പിന്മാറ്റം അല്ലെങ്കിൽ ഒരു തള്ളിപ്പറച്ചിൽ മൗദൂദിയുടെ കാര്യത്തിൽ അവർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ജമാഅത്ത് ഇസ്ലാമി പിരിച്ചുവിടുന്നതാണ് പിന്നെ നല്ലത് എന്നാണ്. കാരണം അങ്ങനെ ഒരു ആശയം ഇല്ല എന്നുണ്ടെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പിന്നെ അതിൽ എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അനേകം ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി എടുത്തു വെച്ചിട്ട് നമ്മൾ പറയാണ് നമ്മൾ ഇനി മുതൽ സോഷ്യലിസം അല്ല, നമ്മൾ ഇനി ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥിതിക്കാണ്, ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയാണ് നമ്മൾ ഇനി മുന്നോട്ട് എടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിക്ക് എക്സിസ്റ്റൻസ് ഇല്ല. ആ സാധനം പിന്നെ അവിടെ പൊളിഞ്ഞു. അതായത് മതരാഷ്ട്രവാദം മാറ്റിയിട്ട് ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ട് മതത്തിന്റെ ആ ഒരു ഇക്കാമത്ത്, അതിനെ ആ യഥാവിധി എങ്ങനെയാണോ മതം പഠിപ്പിക്കുന്നത് അതേപോലെ നടപ്പിൽ വരുത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഭരണഘടനയെ ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജമാഅത്ത് ഇസ്ലാമി ഇല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള പ്രസ്താവന ചില അതിൻ്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്നതിന് ശേഷം നമ്മൾ കാണുന്നത് അതിനകത്ത് തന്നെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇതിനെതിരെയുള്ള ചില നീക്കങ്ങൾ അല്ലെങ്കിൽ അതിനോടുള്ള മുറുമുറുപ്പ്, അതിനോടുള്ള വിയോജിപ്പുകൾ പല രീതിയിൽ പുറത്തു വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക എന്നുള്ള ഒരു ധ്വനി. അതുകൊണ്ട് തന്നെ ആവണം ഇങ്ങനെയുള്ള തുറന്നു പറച്ചിലുകൾ പുറത്തൊരു വശത്ത് നടക്കുമ്പോൾ തന്നെ അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും ഞാൻ ഇതിൽ നിങ്ങളുടെ വാർത്ത കണ്ടതിന് ശേഷം ഞാൻ പോയി നോക്കി. എന്തായാലും അത് മാറ്റാൻ സാധ്യതയുള്ള ഒരു സംഗതി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇൻ്റർനെറ്റ് ഒരു ബാക്കപ്പ് നമ്മൾ എടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ നമുക്കതെടുത്ത് പരിശോധിക്കാമല്ലോ. 2023 ഏപ്രിൽ വരെയുള്ള അപ്ഡേഷൻ അതിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് അവരുടെ വെബ്സൈറ്റിലുള്ളത് എന്ന് അവരുടെ വെബ്സൈറ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും ഇപ്പോൾ പോയി പരിശോധിക്കാവുന്നതാണ്. ചിലപ്പോൾ നാളെ അവർ മാറ്റാനുള്ള സാധ്യത അവിടെ ഉണ്ട്. 2023 ഏപ്രിൽ 30 വരെയുള്ള ഭേദഗതി അനുസരിച്ച് എന്ന് പറഞ്ഞ് തന്നെയാണ് അവർ ആ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ ചിത്രം കൊടുത്തിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി കേരള എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് അതിൻ്റെ ഇതെല്ലാം ഡീറ്റെയിൽ ഉള്ളത്. അതിൽ മൗദൂദിയുടെ തന്നെ പടമാണ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പം മൗദൂദിയെ തള്ളി പറയുന്ന ആളുകൾ എന്തിനാണ് മൗദൂദിയുടെ പടം വെക്കുന്നതെന്നുള്ള ചോദ്യം അവിടെ വേറെ വരും. ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു തള്ളിപ്പറച്ചിൽ ഒരു വശത്തുണ്ടാവുമ്പോൾ അതിനകത്ത് ആ സംഗതിയുടെ എക്സിസ്റ്റൻസിനെ തന്നെ അത് ബാധിക്കുന്ന, ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാണ് എന്ന ഒരു അകത്തു നിന്നുള്ളൊരു വിമർശനം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് അവർ പുറത്തുനിന്ന് പറയുന്ന സംഗതികൾ അകത്തും അവരുടെ വെബ്സൈറ്റിലടക്കം അത് ഇന്നും നിലനിർത്തേണ്ടി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നത്. ഭാവിയിൽ ഇതിൻ്റെ മറ്റ് ചില നിയമവശങ്ങളെയൊക്കെ ഭയന്നുകൊണ്ട് ചിലപ്പോൾ അവർ മാറ്റിയേക്കാം എന്നതല്ലാതെ ഇത് തക്കിയ എന്ന് പറയുന്ന ഒരു അടവ് നയം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനകത്ത് യാതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. ശ്രീ ആരിഫ് ഹുസൈൻ, അതായത് തങ്ങൾ ഈ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് പൊതുസമൂഹത്തിൽ വരുത്തി തീർക്കുകയും എന്നാൽ നടപ്പാക്കേണ്ടത് ഏതു രീതിയിലാണോ അത് തന്നെ നടപ്പാക്കുകയും ചെയ്യുക എന്നത് തന്നെയല്ലേ ലക്ഷ്യം? പകരം ഇത്തരത്തിൽ ചില ആശയങ്ങൾ, അതായത് മതേതരത്വം, ജനാധിപത്യം, ഇതൊക്കെ തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള ഒരു അടവ് നയം സ്വീകരിക്കുന്നതിലൂടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു മുന്നണിയിലേക്കോ ഒക്കെ കടന്നുകൂടാം എന്നുള്ളൊരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെയല്ലേ ഇതിൻ്റെ പിന്നിൽ എന്നുള്ള യഥാർത്ഥ വസ്തുത?
നമ്മൾ സാധാരണ ഇപ്പം ഞാനൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മാറ്റം ആരിലുണ്ടായാലും നമ്മൾ അതിനെ അംഗീകരിക്കും എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാനൊക്കെ. അതിപ്പോ സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് മാറ്റം വന്നാലും അതിനെ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അതിനെ നമ്മൾ ഉച്ചത്തിൽ പറഞ്ഞ് ആ മാറ്റം അവര് പുറമേക്ക് പറഞ്ഞു വെച്ച സംഗതികളെ അത് ആവർത്തിച്ച് പറയാനുള്ള ഒരു അവസരമാക്കി അതിനെ മാറ്റി അവർക്കത് നിർത്തേണ്ടത് അവരുടെയും കൂടി ഒരു ബാധ്യതയാക്കി മാറ്റുക എന്നുള്ളത് ആണ് ഈ ഒരു ഏറ്റുപറച്ചിൽ അല്ലെങ്കിൽ ഇത്തരം സംഗതികൾ ഒച്ചത്തിൽ പറയുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അത് എല്ലാ ആളുകൾക്കും ബാധകമാണ്. അതിപ്പോൾ താലിബാനെ കുറിച്ച് പറയുമ്പോഴായാലും മറ്റേതൊരു സംഗതിയെക്കുറിച്ച് പറയുമ്പോഴായാലും നമ്മൾ പറയുന്ന കാര്യമാണ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പള്ളി അതിനകത്ത് പോയിട്ട് ശിവലിംഗം തിരയുന്ന പരിപാടി നിർത്തണം എന്ന് മോഹൻ ഭാഗവത് പറയുമ്പോൾ നമ്മളതിനെ ഏറ്റു പറയുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? അത് നല്ലൊരു സന്ദേശമാണ്. അത് നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു അയവ് വരുത്താൻ സാധ്യതയുള്ളൊരു സംഗതിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മളത് പറയണമെന്ന് പറയുന്നത്. പക്ഷെ നമ്മളത് പറയുന്നത് കാണുന്നില്ല. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അവര് അകത്തും പുറത്തും പറയുന്ന കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് അവർ വെബ്സൈറ്റിൽ എഴുതി വെക്കുന്ന ഒരു സംഗതി ഇന്നും നിങ്ങൾക്ക് പോയിട്ട് വായിക്കാം. അതിൻ്റെ ആദ്യത്തെ സെന്റൻസ് തന്നെ അവരുടെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പ്രകാരം നമ്മളൊന്ന് ജസ്റ്റ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലവർ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് നമ്മളുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് അവരവിടെ എഴുതി വെക്കുകയാണ്. ഒന്ന്, ഈ സംഘടനയുടെ പേര് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് എന്നും ഈ ഭരണഘടനയുടെ പേര് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് ഭരണഘടന എന്നുമാകുന്നു എന്ന് പറഞ്ഞ് താഴേക്ക് തുടങ്ങിയിട്ട് അതിന്റെ ഖണ്ഡിക 3 എഴുതിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാകുന്നു, മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാകുന്നു. അതായത് ഇലാഹ് അള്ളാഹു മാത്രമാകുന്നു, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാകുന്നു. ഇതാണ് അതിന്റെ ഖണ്ഡിക 3 എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു സാധനം, അതായത് അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയുന്ന ഒരു സംഗതി, മുഹമ്മദ് റസൂലാണ് എന്ന് പറയുന്ന സംഗതി, അത് മുസ്ലിമിന് മാത്രമല്ലേ ബാധകമാവുന്നുള്ളൂ. ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് ഇതുപോലെ ഒരു സാധനം പറഞ്ഞു വെക്കുമ്പോൾ അത് ഏത് വിധേനയാണ് അതൊരു ബഹുസ്വര സമൂഹത്തിലേക്ക് അത് ഇറക്കാൻ പറ്റുന്ന ചരക്കായിട്ട് മാറുന്നത്? ഒരിക്കലും മാറില്ല. അങ്ങനെ വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ ഈ പറയുന്ന സംഗതി ബാക്കിയുള്ള ആളുകൾ അംഗീകരിക്കുന്നവരായിട്ട് മാറണം, ഇല്ലെങ്കിൽ ഇവർ മാറ്റും എന്നതല്ലേ അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണം എന്താണ്? ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ ആയിട്ടുള്ള മൗദൂദി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചാൽ പോരെ. മൗദൂദി എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? മൗദൂദി പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ എതിർത്തു എന്ന് പറയുന്ന സമയത്ത് പോലും അവിടെ മൗദൂദി പറഞ്ഞ കാര്യം എന്താണ്? അങ്ങനെ ഒരു സെക്യുലർ രാജ്യമായിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുന്നതിനോട് മൗദൂദിക്ക് എതിർപ്പായിരുന്നു. കാരണം മൗദൂദിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്ന സ്വപ്നമാണ്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നം. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാകിസ്ഥാന് വിഭജനത്തെ എതിർക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോ ആ പറഞ്ഞ സാധനം തന്നെയല്ലേ ഇന്നും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിലെന്താ വ്യത്യാസമുള്ളത്? ഇഖാമത്തു ദീൻ എന്ന് പറയുമ്പോൾ അതിലെന്താണ് വ്യത്യാസമുള്ളത്? അതായത് ദീനിന്റെ, ഇസ്ലാം എന്ന മതത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യജീവന്റെ സകലമാന മേഖലകളിലും അതിനെ ബന്ധിപ്പിക്കുന്ന വ്യവഹാരങ്ങളിലെല്ലാം തന്നെ ഇസ്ലാമിന്റെ നിയമങ്ങൾ വെച്ചുകൊണ്ട് അതിനെ ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു രീതി. ഇതല്ലേ ഈ പറയുന്ന ഇഖാമത്തു ദീനിൽ അവിടെ പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഇതെങ്ങനെയാണ് അവിടെ ഒരു മതേതര സമൂഹത്തിലേക്ക് നമുക്ക് ഇറക്കാൻ കഴിയുന്ന സാധനമായിട്ട് മാറുക? അവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സ്വത്തവകാശം നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം കൊടുക്കുന്ന ഒരു സംഗതി ഈ ഇസ്ലാമിന്റെ ദീനിന്റെ അടിസ്ഥാനത്തിൽ അത് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യം പോലും വരില്ലായിരുന്നല്ലോ. ഇനി അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതേപോലുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് ഈ പറയുന്ന ഒരു ചേരായിക നമ്മളുടെ പൊതുസമൂഹത്തിലേക്ക് ഒരിക്കലും ഇറക്കാൻ പറ്റാത്ത ഒരു സാധനമായിട്ട് ഇത് നമുക്ക് കാണേണ്ടതായിട്ട് വരാം. അതെ, ശ്രീ ആരിഫ് ഹുസൈൻ, താങ്കൾ ഈ ഖണ്ഡിക 3 പറഞ്ഞ് അതിൽ വിശദീകരണം നടത്തിയതുകൊണ്ടാണ് തുടർന്ന് അങ്ങോട്ടുള്ള ഖണ്ഡിക 4 പറയുന്നതും താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അവിടെയാണ് ഈ വൈരുദ്ധ്യം ഏറ്റവും അധികം പ്രകടമാകുന്നത്. അതായത് ഇഖാമത്ത് കൊണ്ടുള്ള വിവക്ഷ എന്ത് എന്നുള്ളത് ഈ ഖണ്ഡിക 4 തുടർന്ന് അങ്ങോട്ട് പറയുമ്പോൾ പറയുന്നുണ്ട്, ആത്മാർത്ഥതയോടും ഏകാഗ്രതയോടും കൂടി ഈ ദീനിനെ പൂർണ്ണമായും പിന്തുടരുകയും വ്യക്തിയുടെ പുരോഗതിയും സമുദായത്തിൻ്റെ നിർമ്മാണവും ഒപ്പം രാഷ്ട്രത്തിൻ്റെ സംവിധാനവും എല്ലാം ഈ ദീനിന് അനുരൂപമായിരിക്കുമാറ് മനുഷ്യജീവിതത്തിൻ്റെ വ്യക്തിപരവും സാമൂഹികവുമായ നിഖില മേഖലകളിലും ഇതിനെ പൂർണ്ണമായി നടപ്പിൽ വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആശയം ഇതുതന്നെയാണ്, ഇതിൻ്റെ അടിസ്ഥാനപരമായ ആശയം നമ്മൾ ഇതുതന്നെയാണ് പിന്തുടരണം എന്നിവർ ആവർത്തിക്കുമ്പോഴും എന്തിനാണ് ഈ മൂടുപടം എന്നുള്ളതിലാണ് ഒരു ചോദ്യം ഉയരുന്നത്.
യാ ഇതിപ്പോ ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യ നമ്മളുടെ കേരള ഘടകത്തിന്റെയാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇവരുടെ ഒരു ഇന്ത്യ വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് തന്നെയാണ്. ഇഖാമത്തുദ്ദീൻ ആയാലും ഈ പറയുന്ന സുന്ന, അതുപോലെ മറ്റുള്ള സാധനങ്ങൾ എങ്ങനെയാണ് അവിടെ എടുത്തു വെച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ അവരുടെ ഇന്ത്യ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് മെത്തഡോളജി അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ആൻഡ് മെത്തഡോളജി അതിനകത്ത് എഴുതിയിരിക്കുന്നത് ദ ഖുർആൻ ആൻഡ് ദ സുന്ന ഷാൽ ഫോം ദ ബേസിസ് ഓഫ് ഓൾ ദ JIH's activities. All other things shall be kept in view of secondarily. അതായത് ബാക്കിയുള്ളതെല്ലാം രണ്ടാമത് കടന്നു വരുന്ന സാധനമാണ്. ആദ്യം വരുന്നത് എപ്പോഴും അതിൻ്റെ സുന്ന, അതുപോലെ ഖുർആൻ. എന്ന് വെച്ചാൽ അവരൊരു ഭരണം സ്ഥാപിച്ചു കഴിയുമ്പോൾ അവിടെയും ആദ്യം വരുന്ന സാധനം ഏതായിരിക്കും? ഈ പറയുന്ന ഇസ്ലാമിന്റെ കിതാബുകളല്ലേ. ഇനി അതിന്റെ ഒബ്ജക്റ്റീവായിട്ട് അവരും എഴുതി വെച്ചിരിക്കുന്നത് ഇക്കാമത്ത് ദീൻ ഈസ് അവർ ഒബ്ജക്റ്റീവ്. ദ ടേം ഇക്കാമത്ത് ദീൻ ലിറ്ററലി മീൻസ് എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് അപ്പോൾഡിംഗ് ദ ഇസ്ലാമിക് വേ ഓഫ് ലൈഫ് വിച്ച് ഇസ് ദ ഡ്യൂട്ടി ഓഫ് എവറി മുസ്ലിം. ഇത് മുസ്ലിമിന്റെ മാത്രം ഡ്യൂട്ടിയാണ്. അവിടെ എങ്ങനെയാണ് ഹിന്ദുവിന് ഈ പറയുന്ന ഇക്കാമത്ത് ദീന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഗതികേട് വരുന്നത്? അല്ലെങ്കിൽ അത്തരം ഒരു ഗതികേട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മതരാഷ്ട്ര സങ്കല്പം അത് കൊണ്ട് നടക്കുന്ന ആളുകളെ നമ്മൾ എന്തിനാണ് ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത്? ഞാൻ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, ഈ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ജമാഅത്ത് ഇസ്ലാമി പോലെ ഒരു സംഘടന ഇത്ര വളരെ കൃത്യമായിട്ട് ഒരു മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു സംഘടനയെ ഇന്ത്യയുടെ ജനാധിപത്യ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉറപ്പു തരുന്ന ആ ഒരു സംഘടന രൂപീകരിക്കാനും പ്രവർത്തിക്കാനുമുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെ ഇതുപോലെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മളുടെ ആ സംവിധാനത്തെ തകിടം മറിക്കാൻ വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്ന ഒരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ നിലനിൽക്കുന്ന ഈ സംഘടന എന്തടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ തുടരുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭീകരവാദ സംഘടനകൾക്കൊക്കെ എന്ത് വേണേലും ചെയ്തുകൂടെ? എത്ര മോശമായിട്ടുള്ള ഇതുപോലുള്ള വാദങ്ങൾ വെക്കുന്ന ആളുകൾക്കാണെങ്കിലും അവരുടെ വാദങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരമാക്കി ഇത് കൊടുക്കല്ലേ പറ്റുക. ഈ ഫ്രീ സ്പീച്ച് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സാധാരണ പറയാറുണ്ട്, അതിന് ചില ലിമിറ്റ് നമ്മൾ പറയുന്നു. അതായത് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വയലൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഹെയ്റ്റ് അതിനൊക്കെ വഴിവെക്കുന്ന തരത്തിലുള്ള സംഗതിയാണെങ്കിൽ അതിനെ തടയണം എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഹെയ്റ്റ് അല്ലേ മുന്നോട്ട് വെക്കുന്നത്? ഇത് ഡിസ്ക്രിമിനേഷൻ അല്ലേ മുന്നോട്ട് വെക്കുന്നത്? മുസ്ലിമും ഹിന്ദു എന്നുള്ള അല്ലെങ്കിൽ കാഫിറും അതുപോലെ മുഅ്മിന് എന്ന് പറയുന്ന ആ ഒരു വിഭാഗീയത കൃത്യമായിട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിം ആയ ആളുകൾ മുസ്ലിം അല്ലാത്ത ആളുകൾ എന്ന രീതിയിൽ ഒരു മുസ്ലിം രാഷ്ട്രം എന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ആശയമല്ലേ ഇവർ കൊണ്ടുവെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഇത് നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ്, ഒരു സംശയമില്ല. അതിനുവേണ്ടി നമ്മൾ ഈ ചർച്ച ചെയ്ത് സമയം കളയുന്നതിൽ പോലും ഒരു അർത്ഥമില്ല എന്നാണ് ഞാൻ പറയുക. കാരണം ഇത് നമ്മളുടെ കോടതികളിലേക്ക് വേണ്ട രീതിയിൽ എത്തിച്ചാൽ, വേണ്ട നിയമ നിർമ്മാണങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇത് ഈ ഒരു സംഘടന മാത്രമല്ല, ഈ സ്വഭാവമുള്ള വിഘടനവാദമായാലും ഇത്തരം വിഭാഗീയത സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള സംഘടനകൾ അത് നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തിലൂടെ വരുന്ന ഇത്തരം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ആ വഴികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുന്നതിനെ തടയാനുള്ള ചില നിയമനിർമ്മാണങ്ങളും കൂടിയാണ് നമ്മൾ നടത്തേണ്ടി വരിക എന്നാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. അതെ, തീവ്ര മതസംഘടനകൾ അടവ് നയം മാറ്റുമ്പോൾ അതുതന്നെയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ജമാഅത്തെ ഇസ്ലാമിയുടെ പുതിയ അവകാശവാദം എന്ന് പറയുന്നത് അവർക്കിപ്പോൾ മതരാഷ്ട്രവാദം എന്നുള്ള ആശയമില്ല എന്നാണ്. മൗമൂദിയൻ ആശയങ്ങളിൽ നിന്നും അവർ ഇപ്പോൾ പിന്മാറുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ജമാഅത്തെ നേതാക്കൾ പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ഇതൊരു പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള അടവ് നയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയോ മുന്നണിയിൽ കയറിക്കൂടാനുള്ള ഒരു കുതന്ത്രമായോ ഒക്കെ കാണാനാകുമോ? അതിലെന്താ സംശയമുള്ളത്? പിന്നെ നീലക്കുറുക്കൻ ചായം കളഞ്ഞെന്ന് പറഞ്ഞതിലുള്ള അവസ്ഥയാണ്. ഇവര് കാലാകാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള തക്കിയകൾ, അതായത് ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന പരിപാടി ഇവർക്കുണ്ട്. അതായത് ഒരു ഫേമസ് കോട്ട് ഉണ്ടല്ലോ, വേട്ട അവസാനിച്ചു എന്ന് ഇരയെ ബോധ്യപ്പെടുത്തുന്നിടത്താണ് വേട്ട തുടങ്ങുന്നത്. അതായത് ഒരു സിംഹം മാനിനോട് പറയുകയാണ്, ഞാൻ വേട്ടയൊന്നും ചെയ്യുന്നില്ല, ഇനി മുതൽ ഞാൻ നിന്നെ ഒന്നും ഉപദ്രവിക്കില്ല എന്ന് പറയുന്നിടത്തും കൺവിൻസ് ചെയ്യുന്നിടത്തുമാണ് മാൻ കൂടുതൽ സിംഹത്തിന് അടുത്തേക്ക് വരിക. അപ്പൊ സിംഹത്തിന് വല്ലാതെ ഓടി തളരാതെ ഇരയെ പിടിച്ചു തിന്നാൻ പറ്റും. അതേപോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വേട്ടക്കാരന്റെ സ്ഥാനമാണ്. അപ്പൊ വേട്ടക്കാരന് അധികാരം കൂടി കിട്ടിയാൽ പിന്നെ അവിടെ ശബ്ദങ്ങളൊന്നും ഇല്ലാതാവും. അതിന് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂസഫ് അൽ ഖർദാവി എന്ന് പറയുന്ന ഇവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ താത്വിക ആചാര്യൻ വളരെ സുസ്പഷ്ടമായിട്ട് ജിഹാദ് എന്നൊരു പുസ്തകം തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ. ജിഹാദ് അത് നമ്മുടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് IPH അത് നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. പല സ്ഥലത്തും അവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്, കേരളത്തിലും ഉണ്ട്, മലയാളത്തിലും എല്ലാ ഭാഷയിലും ഈ ജിഹാദ് എന്ന പുസ്തകം കിട്ടും. ബോധമുള്ള ആർക്കെങ്കിലും അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വളരെ സുസ്പഷ്ടമായ ഒരു മതരാഷ്ട്ര സങ്കല്പമല്ലാതെ മറ്റൊന്നും
ജമാഅത്തെ ഇസ്ലാമിക്ക് മുന്നോട്ട് വെക്കാനില്ല. ഞങ്ങൾ മതരാഷ്ട്ര സങ്കല്പം വെടിഞ്ഞു എന്ന് പറഞ്ഞാൽ അപകടകരമാണ്, സൂക്ഷിക്കണം. അതിന്റെ പിന്നിൽ അതിശക്തമായ മത ലോബികൾ, അതിതീവ്രമായ മതലോബികൾ പുതിയ ഒരു തന്ത്രം മെനഞ്ഞു എന്നല്ലാതെ ജിഹാദ് ഒഴിവാക്കിക്കൊണ്ടൊരു ജമാഅത്തെ ഇസ്ലാമി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പല്ലും നഖവും ഒക്കെ വൃഷണം അടക്കം എടുത്തു കളഞ്ഞ ഒരു സിംഹമായി എന്നാണ്. അങ്ങനെ നടക്കില്ല, അങ്ങനെ ഉണ്ടാവില്ല. അവർ വളരെ അപകടകാരികളാണ്. അതിന് ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ടീച്ചിങ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു ആന്റിജൻ മാക്സിം എന്ന് പറയാവുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അവിടെ ലാഹ് എന്നാൽ ദൈവമാണ്, പക്ഷെ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ദ ഗോഡ് എന്നാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ട്, പിന്നെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഉപരി ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ടല്ലോ. അപ്പോ ദ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്, അത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല. അപ്പോ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു, ആകാശ ദൈവമായ അള്ളാഹു ആണ്. ഇസ്ലാമിന്റെ തുടക്കകാലത്ത് 360ഓളം ഉപദേവതകളും ദേവതകളും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ആകാശ ദൈവമായിരുന്നു അള്ളാഹ്. ആ അള്ളാഹുവിന് വേണ്ടി ആണ് ഏറ്റവും ഉയർന്നവന്റെ പ്രവാചകനാണ് ഞാനെന്ന് പറഞ്ഞാണ് മുഹമ്മദ് നബി രംഗപ്രവേശനം ചെയ്യുന്നത്. അപ്പോ അദ്ദേഹം പറഞ്ഞ വാക്യമാണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അല്ലെങ്കിൽ there is no God but Allah എന്ന് 5 നേരം ഒരു രാജ്യത്ത് മതരഹിത അല്ലെങ്കിൽ മതേതര സമൂഹത്തിൽ വിളിച്ചു പറയുമ്പോൾ മറ്റു മതക്കാർക്ക് എന്താ തോന്നുക? നീ പ്രാർത്ഥിക്കുന്ന ഗുരുവായൂരപ്പനോ പത്മനാഭ സ്വാമിയോ അല്ലെങ്കിൽ ശിവനോ ബ്രഹ്മാവോ ഇനി ക്രിസ്ത്യാനികളുടെ കർത്താവോ ഒന്നും ദൈവമല്ല, മറ്റു ദൈവങ്ങളൊന്നും ദൈവമല്ല, ഞാൻ മാത്രമാണ് ദൈവം എന്ന് പറയുന്നിടത്ത് തന്നെ ആ ഒരു ഓതോറിറ്റി അല്ലെങ്കിൽ അധികാര പ്രയോഗം അവിടെ തന്നെ വന്നു കഴിഞ്ഞു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയാൻ സമ്മതിക്കുന്ന സർക്കാരാണ് സത്യത്തിൽ കോമാളി. അത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. ഇതൊക്കെ നിരോധിക്കേണ്ടതാണ്. പബ്ലിക്കായിട്ട് അങ്ങനെ വിളിച്ചു, ഹിന്ദുക്കളുടെ അമ്പലത്തിൽ നിന്ന് കൃഷ്ണനല്ലാതെ മറ്റൊരു ദൈവമല്ല എന്ന് വിളിച്ചു പറഞ്ഞാൽ ആദ്യം ഹിന്ദുക്കൾ തന്നെയാണ് അതിനെ എതിർക്കുക. അതെന്ത് വർത്തമാനോട് പറയുന്നത് മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കും, അത് ഹിന്ദുക്കളുടെ ഉള്ളിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ആ രീതിയിൽ ഒരു ജനാധിപത്യ ബോധമില്ലാത്ത സമൂഹമാണ് ഇസ്ലാം. അല്ലാത്ത, അൽ ഉസ്സ, അൽ മനാത്ത തുടങ്ങിയിട്ടുള്ള സ്ത്രീ ദൈവങ്ങൾ, അതായത് അള്ളാഹുവിന്റെ പെൺമക്കൾ എന്ന് വിശ്വസിക്കുന്ന സ്ത്രീ ദൈവങ്ങളെ പിന്നെ കൂടെ പ്രാർത്ഥിക്കാം എന്നിടയ്ക്ക് മുഹമ്മദ് ഒരു വർത്തമാനം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ പിറ്റേന്നത് പിടിച്ചു വെച്ച് ചോദ്യം ചെയ്ത് പറഞ്ഞു, ഇന്നലെ അത് ചെകുത്താൻ വന്ന് ഓതിയതാണ് ജിബ്രീലിന്റെ വേഷത്തില്, അത് അള്ളാഹുവിന്റെ വാക്യങ്ങളല്ല എന്ന് പറയേണ്ടിയും വന്നു. അപ്പൊ ഇതേ പറ്റിയാണ് സൽമാൻ റുഷ്ദി എഴുതിയത് സൈറ്റനിക് വേഴ്സസ് എന്ന്. അതിന് സൽമാൻ റുഷ്ദി ഇപ്പോഴും അദ്ദേഹം രോഗശയ്യയിലാണെന്ന് തോന്നുന്നു അല്ലെ? അദ്ദേഹത്തെ ഒരു കണ്ണുപോയി. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്, വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ. ശരീരത്തിൽ 10ഓ 12ഓ കത്തിക്കുത്ത് നടത്തിയിട്ട് അയാളെ, ആ പ്രായമുള്ള ആളെ നശിപ്പിക്കാൻ നോക്കിയത്, കൊല്ലാൻ നോക്കി. ജിഹാദാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവർ ഒരു ഹൈബർനേഷൻ എന്നൊക്കെ അല്ലേ പറയുക, തൽക്കാലം ഒന്ന് വിശ്രമിക്കുകയാണ് ഇവർ തോക്ക് താഴെ വെച്ചിട്ട്. കാരണം ഇപ്പൊ ആഗോള തലത്തിൽ ഇസ്ലാമിന് കിട്ടുന്നത്ര അടി ലോകത്ത് ഒരു കഴുതയ്ക്ക് പോലും കിട്ടുന്നില്ല. ആഗോള തലത്തിൽ ഇസ്ലാം കൊള്ളുന്ന അത്രയും, ഇപ്പൊ നമ്മൾ ആരിഫ് ഹുസൈനൊക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവരെ ഒരു ദയവില്ലാതെ അടിക്കുന്ന ആൾക്കാർ പെട്ട ഒരാളാണ്. അപ്പൊ ഇങ്ങനെയുള്ള പുതിയ ചെറുപ്പക്കാർ, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഇസ്ലാമിന്റെ അകത്ത് നിന്നും എലിക്കണിയിൽ നിന്ന് പുറത്തു ചാടുന്ന ആൾക്കാരാണ്. പണ്ട് ജബ്ബാർ മാഷ് എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോ ഓർമ്മ വരാണ്. ജബ്ബാർ മാഷ് പറഞ്ഞു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എലിക്കണിയാണ്, അകത്തേക്ക് പ്രവേശനമുണ്ട്, പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതായത് അകത്തേക്ക് പ്രവേശിക്കാം, അതിന് ചില പേർക്സ് അവർ വെക്കും. സ്വർഗം, ഹൂറിമാര്, അല്ലെങ്കിൽ സ്വർഗത്തിലെ മദ്യപ്പുഴ, ഇങ്ങനെ ചില പേർക്സ് വെച്ചിട്ട് കപ്പകഷ്ണം വെച്ചിട്ട് എലിക്കണി തുറന്നു വെച്ച് അവർ മതം തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അകത്തേക്ക് ഓടി അവിടെ കയറുമ്പോഴേക്കും അടഞ്ഞു, പിന്നെ പുറത്തേക്ക് പോക്കില്ല. ഇങ്ങനെയാണ് മതത്തിന്റെ സംവിധാനം. ആ മത സംവിധാനം രാഷ്ട്രസങ്കല്പമായി കൊണ്ടു നടക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഭ്രാന്ത് 1 കോടി മനുഷ്യരിലേക്ക് പകരുന്നതിന് തുല്യമല്ലേ? അപ്പൊ മതം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി മതസങ്കല്പം എന്താണ്? ഒരു മനുഷ്യന്റെ ഭ്രാന്തി ദർശനം. യോഗശാസ്ത്രത്തിൽ പാതഞ്ജല യോഗത്തിൽ വളരെ സുസ്പഷ്ടമായി പറയുന്നുണ്ട്, ഒരു സാധകൻ ഏകാഗ്രതയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഇടയ്ക്ക് അവന് ഭ്രാന്തി ദർശനം ഉണ്ടാകുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ അവൻ പലതും കാണുകയും പലതും പുലമ്പുകയും ചെയ്യും. അതിൽ വിശ്വസിക്കരുത്, അത് ഭ്രാന്തി ദർശനമാണ്. ഇപ്പൊ മതത്തിലും മത പരിശീലനത്തിന് ഇടയ്ക്ക് ചിലർ ഈ ജഗതി പറഞ്ഞാൽ ഈ വെച്ച കോഴീന്റെ മണം എന്ന് പറഞ്ഞാൽ ഇറങ്ങി കറി വെക്കുമ്പോഴേക്ക് ഇറങ്ങി ഓടിയ ചില കോഴികളുണ്ട്. അങ്ങനെയാണ് മുഹമ്മദ് നബിയെ പറ്റി വിവേകാനന്ദ സ്വാമി പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ല, എന്നെ പറ്റി ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ജിഹാദികൾ. പച്ച തെറിയാണ്. എനിക്കാണ് 70%, അതിൽ ആരിഫിന് 30% ഉള്ളൂ തെറി. ഞാൻ കണ്ടു അത്. അതിൽ അമ്മയ്ക്ക് വിളി, അച്ഛനെ വിളി ഒക്കെ ഉണ്ട്. എന്താ കാരണം വെച്ചാൽ നമ്മൾ ഈ ചാനലിൽ ഇരുന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അവരെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ അവരോട് ഈ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, അതായത് നിങ്ങളുടെ ആചാര്യൻ, നിങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചകൻ ഒരു പൂർണ്ണ പ്രജ്ഞയുള്ള ആളല്ല എന്ന് അദ്ദേഹത്തിന്റെ ടീച്ചിങ്സിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരിക്കലും പ്രയോഗിക്കാനാവാത്ത
പ്രയോഗിച്ചു കൂടാത്ത ആശയമാണ് ഇസ്ലാമിൻ്റെത്. ഇത് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു വസ്തു പോലെ ഇസ്ലാം ഇപ്പോഴും ആളുകളെ കൊണ്ട് തീറ്റിക്കുന്ന പരിപാടിയാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അവരുടെ ജിഹാദ് നിർത്തിവെച്ചു എന്ന് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥ്യാണുള്ളത്? ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെയും പത്രമാധ്യമങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ബാംഗ്ലാദേശിലെ അറ്റാക്ക് മുഴുവൻ നടത്തിയത് ആരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ബാംഗ്ലാദേശിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഹിന്ദുക്കളെ വീട് കയറി ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും അവിടുത്തെ ബുദ്ധിസ്റ്റുകളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഉപദ്രവിച്ചത് ആരാണ്? ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമി രാജ്യം മാറിയിട്ട് പെട്ടെന്ന് തന്ത്രം മാറ്റുകയാണോ? പിന്നെ അവർ നോക്കൂ, അവർക്ക് മതരാഷ്ട്ര സങ്കല്പം ഓൾറെഡി ഉണ്ട്. സമാന്തര മത സംവിധാനം ഓൾറെഡി അവർ വളരെ ശക്തമായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ പ്രസിഡന്റിന്റെ പേരെന്താ? അമീർ എന്നാണ്. പ്രസിഡന്റ് എന്ന് അവർ വിളിക്കില്ല, അമീർ. അത് ഇവർക്കൊരു ഹയറാർക്കി ഉണ്ട്, മതത്തിന്റെ ഹയറാർക്കി. ഖാസി, വലിയ ഖാസി എന്നൊക്കെ പറഞ്ഞ പോലെ ഇവർക്കൊരു മതത്തിന്റെ ഹയറാർക്കി മാത്രത്തിൽ പേര് വിളിക്കുന്ന വളരെ ബഹുസ്വര സമൂഹത്തിൽ കൊള്ളാത്ത ഒരു ആശയമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. ഇപ്പൊ ഞാൻ പറയുന്നത്, ഉച്ചഭാഷിണികളിലൂടെ 5 നേരം വിളിച്ചു പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ബെഡ് റോക്ക്, അല്ലെങ്കിൽ അവരുടെ ഫണ്ടമെന്റൽ ഐഡിയ. അല്ലാഹ് മാത്രമേ ഒരു ദൈവമുള്ളൂ, മറ്റൊന്നും ദൈവമല്ലെന്നാണ്. അപ്പൊ ഈ ബഹുസ്വര സമൂഹത്തിൽ ഇവർ ജീവിക്കുമ്പോൾ ഇതെല്ലാം പൈശാചികമാണെന്നോ അല്ലെങ്കിൽ ഇതെല്ലാം ചെറുത്താന്റെ മതങ്ങളാണെന്നോ മറ്റു മതങ്ങളെ പറ്റി ചിന്തിക്കുന്ന ഒരു കൂട്ടരെ എങ്ങനെ നമ്മൾ നമ്പാൻ പറ്റും? അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഖർദാവിയുടെ ജിഹാദ് എന്ന പുസ്തകത്തിൽ സുസ്പഷ്ടമായി പറയുന്നുണ്ട്. അതിൽ രസകരമായ ചില കാര്യങ്ങളുണ്ട്. ഹിന്ദുക്കളുടെ പേരുകളെ പോലെകൾ കളിയാക്കുന്നുണ്ട്. അവരുടെ പേരുകൾ നോക്കൂ, ശ്യാം കുമാർ, ശ്യാം പ്രസാദ്, ഇതൊക്കെ ഒരു പേരാണോ? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ ഖർദാവിയുടെ വാക്കുകളാണ്. ഇപ്പോഴും ഈ ജിഹാദ് എന്ന പുസ്തകം ഇവർ പലരും വേദപുസ്തകം പോലെ തന്നെ കണക്കിലെടുത്ത് കൊണ്ട് നടക്കുന്നവരാണ്. ഖർദാവിയുടെ ടീച്ചിങ്സ് ആണ് ഈ ലോകം ഉള്ളിടത്തോളം കാലം ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്നത്. ഖർദാവി ആകട്ടെ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുന്ന ജിഹാദിയാണ്. എന്തിനാണ്? ജനാധിപത്യ സംവിധാനം നിലനിൽക്കണം. എന്തിനാണ്? അത് ഇസ്ലാമിന് കൂടുതൽ ബലം കൊടുക്കുന്നതായി മാറും. ജനങ്ങൾ കൂടുതലാവുകയും ഇസ്ലാമിന്റെ ജനസംഖ്യ കൂട്ടുകയും അതിലൂടെ ഭരണം പിടിച്ചെടുക്കാൻ ചെയ്യാണ് വേണ്ടതെന്ന ആശയം കൊടുത്തത് ഖർദാവിയാണ്. അതിനു മുമ്പ് ഇവർ ചിന്തിച്ചിരുന്നത് യുദ്ധത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചെടുക്കാമതായി. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇന്റർനാഷണൽ പോളിസീസ് ഒക്കെ വന്ന ശേഷം ഇസ്രായേലിന്റെ അടുത്തുനിന്ന് താടിക്കെട്ട് നല്ല ഊക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇവരത് നിർത്തി. അപ്പൊ ഇവർ വേറെ ഐഡിയ പറയണം. എന്താണ്? ഞങ്ങളിപ്പോ ജിഹാദ് ഒന്നുമില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ ജനാധിപത്യം മതി. അത് ഖർദാവിയുടെ ഐഡിയയാണ്. അതായത് മതരാഷ്ട്രം ജനാധിപത്യ വ്യവസ്ഥതയെ ചൂഷണം ചെയ്ത് വളരുകയാണ്. അതായത് ജനാധിപത്യം കൊടുക്കുന്ന ചില സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനസംഖ്യയിൽ വളരുകയും സംഘടിതമായ ആശയപ്രചരണത്തിലൂടെ ജനസംഖ്യാനുപാതികമായിട്ട് രാജ്യത്തെ പിടിച്ചടക്കുകയും ചെയ്യുക എന്നുള്ള തന്ത്രമാണത്. അപ്പൊ ഏറെക്കുറെ നടന്നു കഴിഞ്ഞു. ഇപ്പൊ ഉത്തർപ്രദേശിലൊക്കെ ഇപ്പൊ ആ ഒരു പർട്ടിക്കുലർ മതം വിചാരിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടി ജയിക്കാൻ പറ്റില്ല. അത്തരത്തിൽ ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ ഉണ്ടാക്കിയിട്ട് ജനാധിപത്യ രാജ്യങ്ങളെ പോലും പിടിച്ചടക്കി മതാധിപത്യ രാജ്യങ്ങളാക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പറയും പുലിയുടെ പുള്ളി മാഞ്ഞു പോകുമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ജിഹാദും മാഞ്ഞു പോയേക്കാം എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. അതെ, ശ്രീ ഷോൺ ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹം ടെലിഫോൺ ലൈനിലാണ് ചേരുന്നത്. ശ്രീ ഷോൺ ജോർജ്, തീവ്ര ഇസ്ലാമിക ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നുള്ളൊരു സൂചന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ നൽകുകയാണ്. എന്തിനായിരിക്കാം ഇത്തരത്തിലുള്ളൊരു ആശയ പ്രചാരണം അവർ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്? എനിക്കിതിന് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവര് എന്ത് തരത്തിലുള്ള നിലപാട് മാറ്റപ്പെടുത്താലും ഇവർക്ക് ഒറ്റ നിലപാട്, ഇസ്ലാമിക രാഷ്ട്രം എന്ന നിലപാട്. ജമാഅത്ത് ഇസ്ലാമിയും SDP, BFI പോലെയുള്ള മുഴുവൻ ഇതിന്റെ എല്ലാ അച്ചുതണ്ട് ഒന്നാണ്. ഇതൊക്കെ വിവിധ മുഖങ്ങളിൽ നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങുന്നു. ചിലത് രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഇറങ്ങുന്നു, മറ്റ് മതസംഘടനയായിട്ട് ഇറങ്ങുന്നു. ഒന്ന് നിരോധിക്കുമ്പോൾ അതിന് പകരം 8 സംഘടനകൾ പുതിയതുണ്ടാകുന്നു. അതിലേക്കല്ല ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊന്നും അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ആ സ്റ്റേറ്റ്മെന്റിനെ പുച്ഛിച്ചു കളയുക എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്ന് കാര്യമല്ല. ഇവിടെ എനിക്ക് ഇവിടെ സംസാരിക്കാനുള്ളത്, എന്നെ കേൾക്കുന്ന നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾ, ഈ രാജ്യത്തോട് അല്പമെങ്കിലും കൂറുള്ള ഇസ്ലാം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരം ആളുകളെ, ഇത്തരം സംഘടനകളെ തള്ളിപ്പറയാൻ തയ്യാറായില്ലെങ്കിൽ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന നിങ്ങളെല്ലാം ഈ കളറിന്റെ പുറത്തായി തന്നെ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ നിസ്സാരമായിട്ടൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഇതേ ചാനൽ ചർച്ച, ജനം TVയുടെ ചർച്ചയിൽ എന്റെ പിതാവ് ശ്രീ PC ജോർജ് അദ്ദേഹത്തെ വളരെ പ്രകോപിപ്പിച്ചപ്പോൾ അദ്ദേഹം ചില വാക്കുകൾ ഉപയോഗിച്ചു. ആ വാക്കുകൾ ഇവിടെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അത് വേദനിപ്പിച്ചു എന്ന് അദ്ദേഹത്തിന് സ്വയം ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് പരസ്യമായി ആ വാക്ക് പിൻവലിക്കുന്നു എന്ന് മാത്രമല്ല പരസ്യമായി ക്ഷമാപണം നടത്തി. ഓക്കെ, അദ്ദേഹം പറഞ്ഞ വാക്ക് തെറ്റോ ശരിയോ, പക്ഷേ അത് തെറ്റാണെന്ന് തുറന്ന് സമ്മതിച്ച് അദ്ദേഹം പിറ്റേ ദിവസം തന്നെ അത് മാപ്പപേക്ഷിക്കുകയും അത് മാത്രമല്ല അത് സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുകയും ചെയ്തു.
സ്വാഭാവികമായും ഒരു മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സംസാരം ഉണ്ടായി. അതിനെ സംബന്ധിച്ച് അദ്ദേഹം മാപ്പ് പറഞ്ഞത് അവസാനിപ്പിച്ചു. അത് സംബന്ധിച്ച് ഇതര സമുദായങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവും ഈ നിമിഷം വരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ ആ വിഷയത്തെ കഴിഞ്ഞ 10 ദിവസമായി കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ അത് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 67 സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ പരാതി നൽകി, അദ്ദേഹത്തിനെതിരെ FIR ഇട്ടു. അദ്ദേഹത്തിന്റെ FIR ഇടുന്നത് കൊണ്ട് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഇല്ലേ? അപ്പം സ്വാഭാവികമായും അത്തരത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ആ സമുദായങ്ങളിൽ പ്രശ്നം ഉണ്ടാകും. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത, ക്ഷമാപണം നടത്തി അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത് ഇവർ ശരിക്കും ലക്ഷ്യം വെക്കുന്നത് മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. ഇവർക്ക് ഇത്തരം വിഷയങ്ങൾ ഇതര സമുദായങ്ങളുമായി നിരന്തരമായി വിഷയങ്ങൾ ഉണ്ടാക്കണം. ഈ രാജ്യത്ത് ഞങ്ങൾ സുരക്ഷിതരല്ല. ഇവർ ഏറ്റവും കൂടുതൽ പ്രചരണം കൊടുക്കുന്ന എന്താണ്? നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഇവർ ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽ പെടുന്നതുകൊണ്ട് ഈ രാജ്യത്ത് സുരക്ഷിതരല്ല എന്നാണ് ഇവർ പ്രചരണം കൊടുക്കുന്നത്. ഞാൻ ഒന്നും ചോദിച്ചില്ല, 10 വർഷമായില്ലേ നിങ്ങൾ ഈ പ്രചരണം തുടങ്ങാൻ തുടങ്ങിയിട്ട്? ഈ 10 വർഷ കാലത്തിനിടയിൽ എന്തു സംഭവിച്ചു? ഈ രാജ്യത്ത് ഏറെക്കുറെ 17% ഇസ്ലാം സഹോദരങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ്. ഞാൻ ഒന്ന് പറയട്ടെ, ഇന്ന് ലോകത്ത് ചുറ്റുവട്ടം കുറെ ഇസ്ലാമിക രാജ്യങ്ങൾ നമുക്കുണ്ടല്ലോ, അതെല്ലാം എടുത്ത് പരിശോധിക്കുക. അവിടത്തേക്ക് ആഭ്യന്തര കലാപങ്ങളുടെ കോട്ടയാണ് ഈ രാജ്യങ്ങളൊക്കെ. അവിടെ നിന്നും ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലോകത്ത് ഇന്ന് ഏറ്റവും അധികം മുസ്ലിം സഹോദരങ്ങൾ സുരക്ഷിതരായി ജീവിക്കുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലാണ്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം ഈ സമൂഹത്തിനുണ്ടായില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ സംഘടനകളെല്ലാം കൂടി ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിം സഹോദരങ്ങളെയും തീവ്രവാദികളായി മുദ്രകുത്തും. അവരുടെ ആവശ്യമാണത്. കാരണം അവർ ചിന്തിക്കുന്ന ഇസ്ലാമിക രാജ്യത്തിലേക്ക് അവർ നടന്നെടുക്കണമെങ്കിൽ ഇവിടെ ഒരു മത തീവ്രവാദത്തിന്റെ പേരിൽ മുഴുവൻ ഇസ്ലാമികളെയും സംഘടിപ്പിക്കാൻ കഴിയണം. ഒരു നിയോജകമണ്ഡലം എടുത്ത് നമുക്കൊരു ഇലക്ഷൻ പ്രൊസീജിയർ എടുക്കാം. ഒരു ഇലക്ഷൻ പ്രൊസീജിയറിൽ ഒരു നിയോജകമണ്ഡലത്തിൽ ഈ പറയുന്ന സംഘടനകൾക്കൊക്കെ 1000-1500 വോട്ടേ ഉള്ളൂ. പക്ഷെ ഇവർ നടത്തുന്ന പ്രചരണം എന്താണ്? പാലക്കാട് എന്ത് സംഭവിച്ചു? പാലക്കാട് എന്ത് സംഭവിച്ചാൽ BJP ജയിക്കാൻ പോകുന്നു. BJP ജയിച്ചു പോയാൽ നമ്മൾ ഇസ്ലാം സഹോദരങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. എന്നിട്ട് ഇവർ ആരാണ് 2ാം സ്ഥാനത്തുള്ളതെന്ന് ഗവേഷണം നടത്തും. എന്നിട്ട് വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് ഇവർ പ്രചരണം നടത്തി പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇവിടെ BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. BJP ജയിച്ചാൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ UP ചെന്ന് നോക്ക്, നിങ്ങൾ മധ്യപ്രദേശിൽ ചെന്ന് നോക്ക്. അവിടെയൊക്കെ വലിയ രീതിയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം സഹോദരങ്ങളുള്ള സംസ്ഥാനങ്ങളാണ്. അവരൊക്കെ സന്തോഷമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി, കേരളം കേന്ദ്രീകരിച്ച് മറ്റൊരു കാശ്മീരാക്കി കേരളത്തെ. കഴിഞ്ഞ സാറേ പറഞ്ഞല്ലോ, മറ്റൊരു കാശ്മീരാക്കി. കാശ്മീരിൽ ഇപ്പൊ സമാധാനമായി, കാശ്മീരിൽ ഇപ്പം അനങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പോൾ അതിന്റെ ഒരു കേന്ദ്രമാക്കി ഇവിടുത്തെ മാറ്റി ഇവിടെയുള്ള മുഴുവൻ ഇസ്ലാമുകളെയും, എത്രയോ നല്ല സുഹൃത്തുക്കൾ, ഇസ്ലാം സഹോദരങ്ങളായ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മിണ്ടിയാൽ ഒറ്റപ്പെട്ടു പോകും. ഞാൻ ഇന്ന് ഈ ദിവസങ്ങളൊക്കെ സംസാരിച്ചു, ഒരു നാഷണലിസ്റ്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഉണ്ടാവണം. കാരണം ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായില്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ ഇവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും തീവ്രവാദികളായി മുദ്രകുത്തും. അത് ഇവിടുത്തെ BJPയുടെയോ അല്ലെങ്കിൽ ഇതര സമുദായങ്ങളുടെ ആവശ്യമല്ല. ഇവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും തീവ്രവാദികളായി മുദ്രകുത്തേണ്ട ആവശ്യം SDP-യും ജമാഅത്തെ ഇസ്ലാമിയും PFIയും പോലെയുള്ള ഇവരുടെ ആവശ്യമാണ്. അവരാ കർത്തവ്യമാണ് ഓരോ ഘട്ടമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അസഹിഷ്ണുത ഇവർ വാർത്തെടുക്കുന്നത് അതിലേക്കുള്ള പ്രയാണത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി ഉണ്ടാവും, അപ്പോൾ അവർ നിലപാട് മാറ്റും. അതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അതെ, ശ്രീ ഷോൺ ജോർജ്, താങ്കൾ തുടരും എന്ന് കരുതുന്നു. താങ്കളിലേക്ക് എത്താം. ശ്രീ ആരിഫ് ഹുസൈനിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ ആരിഫ് ഹുസൈൻ, നമുക്കറിയാം ഇതിനെതിരെ ചില പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. സുപ്രഭാതം പത്രത്തിലും സിറാജിലുമൊക്കെ അവർ വ്യക്തമാക്കിയതാണ്. ഞാൻ അതിൻ്റെ തലക്കെട്ടുകൾ മാത്രം വായിക്കാം, താങ്കളും കണ്ടു കാണും. കാരണം സിറാജിലെ തലക്കെട്ട് എഡിറ്റോറിയലിലെ മൗമൂദി ഇല്ലാത്ത ജമാഅത്തോ എന്നായിരുന്നു ചോദിച്ചത്. അത് അവസാനം അവർ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഏതെങ്കിലും രീതിയിൽ മൗമൂദിയെ തള്ളി പറയുന്നവർ ഈ സംഘടനയുടെ പേരുപേക്ഷിക്കുകയായിരുന്നു ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള വിമർശനവുമാണ്. അതുപോലെ തന്നെ സുപ്രഭാതത്തിൽ പറഞ്ഞിട്ടുള്ളത്, തള്ളി പറഞ്ഞിട്ടും മൗമൂദിയുടെ ചിത്രം വെബ്സൈറ്റിൽ നിന്ന് നീക്കാതെ ജമാഅത്ത് എന്നുള്ള തലക്കെട്ടൂടെ തുടങ്ങിയിരിക്കുന്നതിൽ അതിൻ്റെ അവസാനത്തിൽ അവർ പറയുന്നത് 2011 ദേശീയ തലത്തിൽ ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ വെൽഫെയർ പാർട്ടി രൂപീകൃതമായി, അതിലെ അംഗങ്ങൾ മത്സരിച്ചു. അത് ഇങ്ങോട്ട് തുടർന്ന് കേരളത്തിലേക്ക് എത്തുമ്പോൾ UDF-ൽ ഇതിൻ്റെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നവരുണ്ട്. പക്ഷേ CPM ഇപ്പോൾ നിലവിൽ അനുകൂലിക്കാത്തതുകൊണ്ടാണ് ഇവർ ഈ ആശയ വ്യതിചലനത്തിലേക്ക് പോകുന്നത് എന്നുള്ളത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിലൊരു രാഷ്ട്രീയ പ്രവേശം തന്നെയാണ് കാണുന്നത്. അതിനുവേണ്ടി താൽക്കാലികമായി സൃഷ്ടിക്കുന്ന ഒരു അടവ് നയം, ഇങ്ങനെയല്ലേ കണക്കാക്കേണ്ടതുള്ളൂ? ഇത് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്.
ഇവിടെ സൂചിപ്പിച്ചല്ലോ, അതായത് രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുകയറ്റം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ആദ്യം അവർ ശ്രമിച്ചത് ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇസ്ലാമിക് റെവല്യൂഷനാണ് അവർ ലക്ഷ്യം വെച്ചത്. അത് നടന്നില്ല, അത് ചീറ്റിപ്പോയി എന്ന് വന്നപ്പോൾ അടുത്ത വഴി എന്താണ്? അടുത്ത വഴി എന്ന് പറയുന്നത് ഇവിടുത്തെ സംവിധാനത്തെ അതിനെ ഹൈജാക്ക് ചെയ്യാം, അതിനകത്തേക്ക് നുഴഞ്ഞു കയറുക. ഞാൻ ഈ ഒരു വിശ്വാസിയായിട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഏർപ്പെട്ടിട്ടുള്ള മേഖലയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിലുള്ള ചില ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തു എന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെയ്തു പോയ ഒരു വലിയ പാതകമായിട്ടായിരുന്നു ഞാൻ ഇത്ര നാൾ കരുതിയെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയാണ്, അങ്ങനെയൊക്കെ പോകാൻ സാധിച്ചുകൊണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ, ഈ കൂടെ കിടന്നവന് രാപ്പനി അറിയുമെന്ന് പറയുന്ന ഒരു അവസ്ഥ, അതെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് ഇപ്പോൾ എനിക്കുള്ളത്. സത്യം പറഞ്ഞാൽ ആ സന്തോഷം തന്നെയാണ്. കാരണം ഞാൻ തറപ്പിച്ചു പറയുന്നു, ഇവിടെ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് എൻ്റെ മുന്നിൽ വന്നിട്ട് ഉപദേശിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ സ്റ്റഡി ക്ലാസ്, അതിനകത്ത് ഞാൻ കൃത്യമാണ്. അതേപോലെ ഇവിടെ ഓരോ സംവിധാനത്തിലും മുസ്ലിങ്ങൾ ഇടിച്ചു കയറണം, നമ്മൾ അതിനകത്തേക്ക് കയറണം, നമ്മൾ ജുഡീഷ്യറിയിലേക്ക് വരണം, നമ്മൾ പോലീസ് സംവിധാനത്തിലേക്ക് വരണം, നമ്മൾ സൈന്യത്തിലേക്ക് കയറണം, നമ്മൾ സിവിൽ സർവീസിലേക്ക് വരണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം, അത് എന്താണ് ആ ശ്രമം? ഇവിടുത്തെ കോച്ചിങ് നടത്തുക, ബാക്കി കാര്യങ്ങൾ നടത്തുക, നമ്മൾ അതിൻ്റെ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വലിയ ലക്ഷ്യങ്ങൾക്ക് അത് വലിയ ഉപകാരമാകും എന്ന് പഠിപ്പിക്കുന്ന മേഖല. ഇതാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുക്കും മേലെ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അതെന്താണ്? ഇവിടുത്തെ നമ്മളെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ റാഞ്ചുക, അതല്ല ഇവിടെ നമ്മൾ കാണുന്നത്. അതിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എവിടുന്നാണ് ഇത് തുടങ്ങുന്നത്? ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞു, അത് നടക്കുന്നില്ല. പിന്നെ നമ്മൾ കണ്ടത് ഇതിൻ്റെ ഒരു അടവ് നയം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് മൊമെന്റ് നമ്മൾ അവിടെ കണ്ടത് ഈ സംവിധാനത്തെ തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമ്മൾ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യം. ഇത് ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, ആഗോളതലത്തിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. UK-ലും ജർമ്മനിയിലും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിയാന്ന് കാനഡയിൽ ഹിസ്ബുത്ത് തഹരീർ എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടന, ഇന്ത്യയിലെ ഭീകരവാദ സംഘടനയായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സംഘടനയാണ്. ആ സംഘടനയുടെ ഏതാണ്ടും ചില ആളുകളെ കഴിഞ്ഞ ദിവസം NIA അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചുള്ള വാർത്തയും നമ്മൾ കണ്ടതാണ്. ആ സംഘടന കാനഡയിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ്. എന്താണ് ആ സെമിനാറിന്റെ ടൈറ്റിൽ എന്ന് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതായത് കാനഡ ഇസ്ലാമിക രാജ്യമാക്കുന്ന, അല്ലെങ്കിൽ കാനഡയിൽ ഒരു കാലിഫേറ്റ് ഉണ്ടാക്കുന്നത് വൈകുന്നു, എന്തുകൊണ്ട് വൈകുന്നു, ആരാണ് നമ്മളെ തടസ്സം എന്നത് സംബന്ധിച്ചിട്ടൊരു ഒരു സെമിനാർ ഇത് അവർ അനൗൺസ് ചെയ്തു. പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തിട്ടാണ് ആ പരിപാടി അവർ അവിടെ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. പക്ഷേ അത് വലിയ കോളുകളൊക്കെ സൃഷ്ടിക്കുകയാണ്, ചർച്ചയാവുകയാണ്. പഴയ പോലെ എല്ലാ കാലം എന്നുള്ളത് അവരും തിരിച്ചറിഞ്ഞു. അങ്ങനെ അവസാനം ഈ ഭീകരവാദ സംഘടന ഇന്നും കാനഡ ഇപ്പോഴും അവരെ ഭീകരവാദ സംഘടനയായിട്ട് അവർ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു തമാശ. എന്നിട്ട് അവർ ആ പരിപാടി ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നുണ്ട്, ജനങ്ങളുടെ എതിർപ്പ് കാരണം. അപ്പോൾ നമ്മൾ ഒന്ന് നോക്കൂ, അവരുടെ പ്രശ്നം എന്താണ്? എന്തുകൊണ്ട് വൈകുന്നു? ഇസ്ലാമിക രാജ്യമാക്കുന്നത് എന്തുകൊണ്ട് വൈകുന്നു എന്നതാണ് അവരുടെ ചർച്ച. അല്ലാതെ ഇസ്ലാമിക രാജ്യം ആക്കണോ വേണ്ടയോ എന്നുള്ളതല്ല. ഇതാണ് ഞാൻ പറയുന്നത്. ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാരൻ മിഷൻ 2047 എന്ന് പറഞ്ഞ് അവർ പബ്ലിഷ് ചെയ്ത സാധനത്തിനകത്ത് ഇസ്ലാമിക രാജ്യം ആക്കണോ വേണ്ടയോ എന്നുള്ളതല്ല അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാക്കാം, അതിൻ്റെ ഓരോ സ്റ്റെപ്സ് എന്താണ്, ഫേസസ്, അതാണ് അവർ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഫേസ് 1 എന്ത് ചെയ്യണം, ഫേസ് 2 എന്ത് ചെയ്യണം, 3 എന്ത് ചെയ്യണം എന്ന് അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ ഇപ്പോൾ ഞാൻ ഇത് പറയുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം ശ്രദ്ധയപ്പെട്ടതാണ്. ഇവിടെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇതേ ഭരണഘടനയുടെ ഖണ്ഡിക 6 അതിനകത്ത് അവർ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീ പുരുഷ വ്യത്യാസമോ വംശ സമുദായ ഭേദമോ കൂടാതെ ഇന്ത്യൻ യൂണിയനിലെ ഏത് പൗരനും താഴെ വിവരിക്കുന്ന നിബന്ധനകളോടുകൂടി ജമാഅത്ത് ഇസ്ലാമി ഹിന്ദിൽ അംഗമാകാവുന്നതാണ് എന്ന് അവർ എഴുതി വെച്ചിരിക്കും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓഹാ കൊള്ളാലോ, ഇത്രയ്ക്ക് മതസൗഹാർദ്ദവും ഇത്രയ്ക്ക് ഓപ്പണുമായിട്ടുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സാധനമാണോ ഈ ജമാഅത്ത് ഇസ്ലാമി, നമ്മൾ ചിന്തിച്ചു പോകും. എന്നിട്ട് അവർ ആ നിബന്ധന കൊടുത്തിരിക്കുകയാണ്. ഒന്നാമത്തെ നിബന്ധന എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശം അതിന്റെ വിശദീകരണ സഹിതം ഖണ്ഡിക 3 പറഞ്ഞത് പ്രകാരം ഗ്രഹിച്ച ശേഷം അത് തന്നെയാണ് തന്റെ ആദർശം എന്ന് സാക്ഷ്യം വഹിക്കുക. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിക്കർ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ നിക്കർ ഞെരിയാണി വരെ ഇറക്കം ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന പോലെ ആയില്ലേ? ഇതെല്ലാം ഇവിടെ നമ്മൾ കാണുന്നത്. ഇനി അടുത്തത് ജമാഅത്തിന്റെ ലക്ഷ്യം അതിന്റെ വിശദീകരണ സഹിതം, അതായത് ഇഖാമത്തുദ്ദീൻ, അതായത് ഖണ്ഡിക 4 പറഞ്ഞത് ഗ്രഹിച്ച ശേഷം അത് തന്നെയാണ് തന്റെ ലക്ഷ്യമെന്ന് സമ്മതിച്ച് പറയുക. ഇഖാമത്തുദ്ദീനാണ് എന്ന് സമ്മതിക്കണം. ഇനി 3 ജമാഅത്തിന്റെ പ്രവർത്തന മാർഗം, അത് ഖണ്ഡിക 5 പറഞ്ഞത് അനുസരിച്ച് കൊള്ളാം എന്ന് അവിടെ സമ്മതിച്ച് പറയണം. ജമാഅത്ത് ഭരണഘടന ഗ്രഹിച്ച ശേഷം ഈ ഭരണഘടനയെ അനുസൃതമായ പാർട്ടി വ്യവസ്ഥിതിയും അനുസരിച്ച് കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. എന്ന് വെച്ചാൽ
നിങ്ങൾ ഏത് പൗരനായാലും ശരി, ഏത് സമുദായക്കാരനായാലും ശരി, നിങ്ങൾ അവസാനം ഇസ്ലാമിലേക്ക് വരണമെന്നല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇതിന്റെ ഗൗരവം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മളുടെ രാഷ്ട്രീയം അത് ഈ തരത്തിലുള്ള യഥാർത്ഥ നമ്മുടെ മുന്നിലുള്ള പ്രസിഡൻസ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു കാര്യത്തെ ഭയക്കുന്നത് എപ്പോഴാണ്? ഒരു പേപ്പട്ടിയെ നമ്മൾ ഭയക്കുന്നു, അല്ലെങ്കിൽ ഒരു പാമ്പിനെ നമ്മൾ ഭയക്കുന്നു, നീർക്കോലിയെ നമ്മൾ ഭയക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാം നീർക്കോലി കടിച്ചിട്ട് ആരും ചാവുന്നില്ല. എന്നാൽ ഇവിടെ കിങ് കോബ്ര കടിച്ചു കഴിഞ്ഞാൽ അത് ചാവുന്നു എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നമ്മൾ അതിനെ ഭയക്കുന്നതും ഭയക്കാതിരിക്കുന്നത്. എന്ന് പറഞ്ഞ മാതിരി നമ്മളുടെ മുന്നിലുള്ള ഒരു സാധനത്തെ നമ്മൾ ഭയക്കുന്നതിന് കൃത്യമായ പ്രസിഡന്റ് നമ്മുടെ മുന്നിലുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ എടുക്കുക, അതല്ലെങ്കിൽ മറ്റോരോ രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങൾ എടുക്കുക. കാനഡയിൽ ഉദാഹരണം ഞാൻ പറയുന്നു, UK നടക്കുന്ന കാര്യങ്ങൾ പറയുന്നു, ജർമ്മനിയിൽ നടക്കുന്നത് പറയുന്നു, ഓരോ രാജ്യത്തും നടക്കുന്നു. ഇനി ഇത് മുൻകൂട്ടി കണ്ട് ഇതിനെ തട സൃഷ്ടിച്ചിട്ടുള്ള രാജ്യങ്ങൾ ഇന്ന് ആശ്വാസം കൊള്ളുന്നത് കൂടി നമ്മൾ കാണാം. പോളണ്ട് വലിയൊരു ഉദാഹരണമാണ്. പോളണ്ട് എന്താ പറയുന്നത്? അൽഹംദുലില്ലാ, ദിസ് ഈസ് ഫ്രീ, ദിസ് ഈസ് പോളണ്ട്, വി ആർ ഫ്രീ ഫ്രം ഇസ്ലാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെത്തുകയാണ്. എന്ന് വെച്ചാൽ ഇസ്ലാമിന് ഒന്നാന്തരം ട്രോള് അവർ കൊടുക്കുകയാണ്. ഇതേപോലെ കാര്യങ്ങൾ ചെയ്തും ചെയ്യാതിരുന്നും പ്രശ്നം ഉണ്ടായത് കണ്ടും അനുഭവിച്ചും അതിൽ നിന്ന് രക്ഷപ്പെട്ടതുമായിട്ടുള്ള രാജ്യങ്ങൾ നമ്മുടെ മുന്നിൽ മാതൃകയായിട്ടുള്ളപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ വിഷയം ഇത് നമ്മുടെ കൺമുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളത് കണ്ണിൽ കുത്തുന്ന തെളിവായിട്ട് നമ്മുടെ മുന്നിലുണ്ടായിട്ടും അതിനോട് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്ന അവസ്ഥയിലേക്ക് രാഷ്ട്രീയം ഇവിടെ മാറി. അത് വെറും വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി അടിയറവ് വെക്കുന്ന ഒരു അവസ്ഥ, ഇവിടുത്തെ നമ്മളുടെ രാഷ്ട്ര സുരക്ഷ അടിയറവ് വെക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടാകുമ്പോൾ നമുക്കിത് ചോദ്യം ചെയ്യാതെ നിവൃത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. അതെ, ശ്രീ ആരിഫ് ഹുസൈൻ, അതോടൊപ്പം ഒരു കാര്യം കൂടി, പൊതുസമൂഹത്തിൽ ഇങ്ങനെ ആശയ വ്യതിചലനം ഇവർ ഉദ്ഘോഷിക്കുമ്പോൾ ഒരുപക്ഷെ ഇവരുടെ പിൻഗാമികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുകയില്ലേ? ആ ഒരു കുഴപ്പം തന്നെയാണ് ഇന്നിപ്പോൾ ഇത് ചർച്ചയാക്കിയത് പോലും. അതാണ് നമ്മളിവിടെ കണ്ടത്. കാരണം ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസം മാറ്റിവെച്ച് അത് ക്യാപിറ്റലിസത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ ഇല്ല, അത് മരിച്ചു, ചത്തു, അങ്ങനെയല്ലേ എന്ന് ഇതിനകത്ത് നിന്ന് തന്നെ ആളുകൾ ചോദിക്കുക. രാഷ്ട്രവാദമില്ല, ഇക്കാമത്ത് ദീനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊട്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ അകത്തുള്ള ആളുകൾ തന്നെ ചോദിക്കുകയാണ്. ഇതാ ഞാൻ പറഞ്ഞ ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ ചെറിയ ആശയക്കുഴപ്പമൊന്നുമില്ല, വലിയ ആശയക്കുഴപ്പമാണ്. അതിന്റെ അസ്തിത്വം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായ ആശയങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ആശയങ്ങളിൽ കൂടുതലും ഭാരത വിരുദ്ധമാണ്. മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് പലപ്പോഴും നിലപാടുകൾ നീങ്ങുന്നത്. പക്ഷേ ഈ നിലപാടുകൾക്കൊക്കെ അവർ എപ്പോഴും അടിസ്ഥാനമേകുന്നത് ഈ മതത്തിൽ അധിഷ്ഠിതമായ ആശയങ്ങളിലൂടെയാണ്. അവർ അതിലൂടെയാണ് ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും. എന്തായാലും ഈ ആശയ വ്യതിചലനം എന്ന് പറയുമ്പോൾ ഇവർക്കിത് പൊതുസമൂഹത്തിൽ ഇങ്ങനെ പലപ്പോഴും പല ചർച്ചകളിലും പറയാം എന്നുള്ളതല്ലാതെ ഒരിക്കലും സാധ്യമാകാത്ത കാര്യമായി തന്നെ മാറുകയല്ലേ? നോക്കൂ, ദേശീയത പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അപചയം ഇത് തന്നെയാണ്. അതായത് നമ്മൾ രാഷ്ട്രവാദികളാണ്, ഭാരതത്തിനെതിരാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് ഒരിക്കലും കരുതണ്ട. ഒരു ഇസ്ലാമിസ്റ്റിനെ സംബന്ധിച്ച് ഭാരതവും ഇസ്ലാമിക രാഷ്ട്രമായാൽ മതി, അല്ലാതെ അവൻ ഈ രാഷ്ട്രത്തിനെതിരൊന്നല്ല. അവന്റെ ഉദ്ദേശം ഇതിനെ ആശയപരമായിട്ട് അകത്തു നിന്ന് നിയന്ത്രിക്കത്തക്ക രീതിയിലേക്കുള്ള അധികാര സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അത് ഭാരതത്തിനെതിരെ എന്നുള്ളതിനേക്കാൾ ഉപരി ഇവിടെ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ തലയ്ക്കാണ് വില പറയുന്നത്. അതാണ് പ്രശ്നം. ഈ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നവനും ഹിന്ദുവായിട്ട് ജീവിക്കുന്നവനും ഇവിടെ എങ്ങനെ ജീവിക്കും? അവന്റെ വിശ്വാസ സംഹിതകളെ പിൻപറ്റണമെങ്കിൽ ജസിയ അടയ്ക്കേണ്ടി വരില്ലേ? ടാക്സ്, മതകരം, ജസിയ അടയ്ക്കേണ്ടി വരില്ലേ? പഴയ ഇസ്ലാമിക സമ്പ്രദായത്തിൽ നമ്മൾ ഇവിടെ മുഗളന്മാരുടെ കീഴിൽ അനുഭവിച്ചിരുന്നതാണ്. ഞാൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ശിവനെയോ രാമനെയോ ഉപാസിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ അതിനു വേണ്ടി മതക്കരം അടയ്ക്കണം. അതും മതക്കരം വാങ്ങുന്നതിന് പ്രത്യേക നിയമമുണ്ട്. അപമാനിച്ചുകൊണ്ട് വേണം മതക്കരം വാങ്ങാനെന്നാണ് പറയുന്നത്. നേരത്തെ ഗുരുവായൂർ ഗുഹ്യരോമം പറിച്ചിട്ടില്ലേ? അവനെ പോലെ മറ്റു മതങ്ങളെ അവഹേളിക്കാനും അപമാനിക്കാനും തന്നെയല്ലേ ഇവരുടെ അടിസ്ഥാനപരമായ ടീച്ചിങ് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റു ദൈവങ്ങളൊന്നുമില്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ മതം നിന്റെ കയ്യില്ലേ, മറ്റു മതങ്ങൾ ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞു വെക്കുകയല്ലേ ചെയ്യുന്നത്. മുഹമ്മദ് റസൂൽ, ആ ദൈവത്തിന്റെ റസൂൽ അല്ലെങ്കിൽ പ്രവാചകൻ, സന്ദേശവാഹകൻ അത് മുഹമ്മദാണ്. മുഹമ്മദ് ആവട്ടെ അവസാനത്തെ ആളുമാണെന്ന് അവർ പറയുന്നു. അയാൾ അവസാനത്തെ ആളല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അഹമ്മദിയ കർദ, ആ ടീമിന്റെ പേരെന്താ, അഹമ്മദിയക്കാർ, വേറെ പേര് പറയാ, കാദിയാനികൾ. ആ കാദിയാനികളെ പറ്റി ഇവർ പറയാത്ത തെറിയൊന്നുമില്ല. ബാക്കി കാദിയാനികൾ കിട്ടിയാൽ കൊന്നാലും തിരക്കില്ലെന്ന് അവരുടെ അഭിപ്രായം. അപ്പോ ഇത്രയധികം മൗഢ്യത്തോടുകൂടി മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ മതം ചെന്ന് ജീവിക്കുന്ന ഇത്രയും ദുഷ്ടമായ ഒരു ആശയമുള്ള സമൂഹം
മറ്റു സമൂഹങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ ഇതൊരു ബഹുസ്വര സമൂഹമാണെന്ന ചിന്ത അവർക്കില്ല. ഇതൊരു ബഹുസ്വര സമൂഹമാണ്. അപ്പൊ പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി ഇപ്പൊ ഇവിടെ മാത്രം ഇപ്പൊ 100% ഹിന്ദുക്കൾ മാത്രമായിട്ട് ഈ രാജ്യം സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ മൗഢ്യമാണ്. 100% ക്രിസ്ത്യാനികളുടെ രാജ്യം. അങ്ങനെ ഇന്ന് ലോകക്രമം വളരെയധികം മാറി മറിഞ്ഞു. എല്ലാവരും പരസ്പരം സഹകരിക്കേണ്ടുന്ന ഘട്ടത്തിലേക്ക് എത്തി. ജീവനം അതിജീവനം എന്നുള്ള വലിയ ചോദ്യങ്ങൾക്ക് മുമ്പിൽ കേവലം എന്റെ വൈയക്തികമായിട്ട് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് ഞാൻ ചെയ്യേണ്ടുന്ന പ്രാർത്ഥനകളെ സാമൂഹികമായിട്ട് രാഷ്ട്രീയമായിട്ടൊക്കെ പ്രയോഗിക്കുമ്പോഴുള്ള അപകടമാണത്. ദർ ഇസ് നോ ഹാം ഇൻ പ്രാക്ടീസിങ് റിലിജിയൻ പാഷനലി. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഗുഡ് ഫോർ എ പാഷൻ. പക്ഷെ അത് വെൻ ഐ മേക്ക് ഇറ്റ് എ പൊളിറ്റിക്കൽ അജണ്ട, അത് വലിയ അപകടം സൃഷ്ടിക്കുന്നുള്ള തെളിവാണ് ജമാഅത്തെ ഇസ്ലാമി. അവരിതൊക്കെ പുള്ളി മായ്ച്ചു എന്ന് പറഞ്ഞ അവരല്ലേ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയിരുന്നത്. അപ്പൊ അവരിത് മാറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ദേശീയവാദത്തിന്റെ ഒരു നമ്മൾ കാണാത്ത പക്ഷം എന്ന് പറയുന്നത് ഭാരതം 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 എന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതിന് കൂടെ ചെയ്ത് വേണേ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കും. പക്ഷെ അവർ പറയുന്നത് അവരുടെ ഇസ്ലാമിക ഭരണം വരുന്നത് വരെ എന്ത് തരത്തിൽ തക്കിയും പ്രയോഗിക്കാന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് ഈ ഭാരതം തന്നെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുന്ന അവർക്കിപ്പോ ഞാൻ ചോദിക്കട്ടെ, കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പഴയ മന്ദിരത്തിന്റെ മുമ്പിൽ അപ്പൊ ആ മന്ദിരം പള്ളിയാക്കിയ ശേഷവും എന്തിനാണ് ആ നന്ദിയെ മാത്രം ബാക്കി വെച്ചതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇത്രയും ശക്തരായ ഈ മുഗളന്മാർക്ക് അല്ലെ ഇത്രയും ശക്തരായ ഇസ്ലാമിക അക്രമികൾക്ക് ആ ക്ഷേത്രം തന്നെ പൊളിച്ചു കളയാമെങ്കിൽ നന്ദിയുടെ വിഗ്രഹം പൊളിച്ചു കളയാൻ 5 മിനിറ്റ് പോലും വേണ്ട. എന്തുകൊണ്ടത് പൊളിച്ചില്ല? ഇവിടെ വരുന്ന ഓരോ ഇതര മതവിശ്വാസിയും മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ ദൈവത്തിന്റെ ശക്തി ഇത് ക്ഷേത്രം പൊളിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. മറ്റു ദേവതകൾക്ക് മേലെ ആകാശ ദൈവമായ അള്ളാഹുവിന്റെ ആധിപത്യം ഉറപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ചെയ്തതെന്ന് അറിയിക്കാൻ വേണ്ടി, വരും തലമുറയ്ക്ക് പഠിപ്പിക്കാൻ വേണ്ടി, അവരുടെ പോരാളികളെ പറ്റിയിട്ടുള്ള മഹത്വം അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ക്ഷേത്രങ്ങളുടെയും ക്രിസ്തീയ ദേവാലയങ്ങളുടെയും ഒക്കെ അവശിഷ്ടം അവിടെ തന്നെ വെക്കുന്നത്. അവർക്കത് കുഴിച്ചുവിടാൻ അറിയാനിട്ടല്ല. ഇപ്പൊ രാമക്ഷേത്രത്തിന്റെ പഴയ ബാവരി എന്ന ബിൽഡിങ്ങിന്റെ തൂണുകളൊക്കെ രാമക്ഷേത്രത്തിന്റെ ആണെന്ന് കണ്ടാൽ ആർക്കും മനസ്സിലാവും. എന്തുകൊണ്ടാണ് തൂണുകളോടെ വെച്ച് അവർക്ക് വേറെ തൂണുണ്ടാക്കാൻ അറിയാനിട്ടാണ്? അല്ല. അതായത് വരും തലമുറ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ പോരാളികൾ ഇതര മതങ്ങൾക്ക് മേൽ അള്ളാഹുവിന് വേണ്ടി വിജയം പ്രാപിച്ചിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് അവിടെ 1-2 സാധനം ബാക്കി വെക്കുന്നത്. ഇതുപോലെ ഭാരതം എന്ന ദേശീയവാദം പറഞ്ഞാലും അവർ ഇതിനോടൊപ്പം ചേർന്നിട്ട് പല BJP അടക്കം ചേർന്ന് പ്രവർത്തിച്ചിട്ടൊക്കെ പ്രവർത്തിക്കും. BJP ചേരും അവര്. നമ്മളാണെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കുകയാണ്, അന്നേരം തന്നെ ഷോള് വാങ്ങി തോളത്തിട്ട് കൊടുക്കാൻ. അപ്പൊ അങ്ങനെ ഏത് പാർട്ടിയെയും പറ്റിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തക്കി അവരുടെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെ അവർ വന്നു ചേരുകയും അവരെല്ലാ പാർട്ടികളിലും മെല്ലെ കടന്നുകൂടുകയും അവർ ഒരു മതേതര പാർട്ടിയാണെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യും. അതായത് ആട്ടും പറ്റത്തിന്റെ കൂടെ ചെന്നായ ആട്ടും തോലിട്ട് നടക്കുന്ന അതേ തന്ത്രമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത്. അവർ ഇതുവരെ പയറ്റിയ ഒരു മതരാഷ്ട്രവാദത്തിന്റെ തുറന്നു പറച്ചിൽ അവർക്ക് ഇപ്പോൾ മടുത്തു തുടങ്ങുകയും അതുകൊണ്ട് അവർക്ക് ഒരുപാട് സെറ്റ് ബാക്സ് ഉണ്ടാവുന്നത് കണ്ടിട്ടാണ് ഇപ്പോൾ അവർ മാറ്റി പറയുക മാത്രമാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് ആ തക്കിയാണ്, ഒന്നാം തരം കള്ളം പറച്ചിലാണ്. മാത്രമല്ല, ഈ മതരാഷ്ട്രത്തിന്റെ കീഴിൽ വരുന്ന മറ്റു മതങ്ങളുടെ അവസ്ഥ എന്തായത്? ഇപ്പൊ ഞാൻ മതരാഷ്ട്രം വേണ്ട, നമ്മുടെ കേരളത്തിലെ പല പെരുമ്പാവൂരായിക്കോട്ടെ, അല്ലെങ്കിൽ ആലുവ ആയിക്കോട്ടെ, കോഴിക്കോടിന്റെ വലിയൊരു ഭാഗമായിക്കോട്ടെ, മലപ്പുറം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വയനാടായിക്കോട്ടെ, ഇനി വേണ്ട നമ്മുടെ ഷോൺ ജോർജിന്റെ നാട് ഈരാറ്റുപേട്ട ആയിക്കോട്ടെ, അവിടെയൊക്കെ ആളുകൾ ഭയന്നിട്ടാണ് ജീവിക്കുന്നത്. മറ്റു മതസ്ഥര്. എന്താ സംശയം? എന്താണ്? മറ്റു മതസ്ഥർ ഭയന്നിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ മുമ്പല്ലേ ഒരു ക്രിസ്തീയ പള്ളിയുടെ മുമ്പിൽ ഒരു 3-4 മുസ്ലിം ചെറുപ്പക്കാർ കാറ് കൊണ്ടിട്ട് അഭ്യാസ പ്രകടനം നടത്തിയത് ഓർമ്മയുണ്ടോ? ആ പള്ളിയിൽ വെച്ച് ഇടിക്കാൻ പോയത്. അതുപോലെ ഹിന്ദുക്കളുടെ തുളസിത്തറയുടെ മേലെ ഗുഹ്യരോഗം ഇപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർ നമ്മളെ അപമാനിക്കാൻ ചെയ്യുന്നതാണത്. അത് അവരുടെ മതഗ്രന്ഥങ്ങളിലുണ്ട്, നിങ്ങൾ അവരോട് പരുഷമായി പെരുമാറുക എന്നുണ്ട്. അപ്പൊ അതവർ പാലിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിഡ്ഢികൾക്ക് അറിഞ്ഞുകൂടാ, ഇല്ലാത്തൊരു ദൈവത്തിന് വേണ്ടി ആരോ പറഞ്ഞത് കേട്ട് ഒരു വ്യക്തിയുടെ മനസ്സിൽ തോന്നിയ മിഥ്യാസങ്കല്പങ്ങളെ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുകയും അതുകൊണ്ട് ഭൂമിയിലെ സുന്ദരമായ ജീവിതം ദുഷ്കരവും വേദനാജനമാക്കി തീർക്കണവർ. ഇങ്ങനെയുള്ള ആളുകൾ ഏത് രീതിയിൽ ഭരണത്തിലെത്തിയാലും നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് എനിക്ക് പറയാം. ഒരു ഉദാഹരണത്തിന് ഇതിനൊക്കെ പിന്നിൽ ആദ്യം പ്രവർത്തിച്ചത് ഗാന്ധിജിയെ പോലുള്ള ആൾക്കാരാണ്. ഈ ഇസ്ലാമിക ശക്തികൾക്ക് വേണ്ടിയിട്ട് നിരാഹാരം കിടക്കലും അവരില്ലെങ്കിൽ ഞങ്ങളില്ലെന്ന് പറച്ചിലും, അതുപോലെ പഞ്ചാബിലെ നവഖാലിയിലെ അതിഭീകരമായ ലഹളയിൽ ഹിന്ദുക്കൾ 100 കണക്കിന് കൊല്ലപ്പെട്ടപ്പോ ഹിന്ദു സ്ത്രീകളോട് നിങ്ങൾ സഹിക്കണം, അവർ കൊന്നോട്ടെ, നമ്മൾ നാമം ജപിച്ച് മരണം വരിക്കണം എന്നൊക്കെ വിഡ്ഢിത്തരം പറഞ്ഞു കൊടുത്ത ഗാന്ധിജിയാണ്. ഇസ്ലാമിക ശക്തികൾക്ക് കച്ചിക്ക് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഇന്നസെന്റ് ഓവർസിയർക്ക് വാങ്ങിക്കൊണ്ടുവന്ന ബിരിയാണി തിന്നിട്ട് ഭാര്യയോട് വീശി കൊടുക്കാൻ പറഞ്ഞ പോലെ ഗാന്ധിയുടെ അവസ്ഥ.
അതായത് മുഗളന്മാർ ഈ പറഞ്ഞ ഈ ദുഷ്ടന്മാരായ മുസ്ലിം ഭീകരവാദികൾ ഹിന്ദുക്കളെ കൊന്നൊടുക്കുമ്പോൾ ഗാന്ധിജി അവരുടെ പുറം തലോടി കൊടുക്കുകയും വീശി കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. സംശയം എന്താ? അപ്പോൾ ഈ ഒരു മതേതരം എന്ന് ഇവർ പറയുന്നത് തന്നെ മതരാഷ്ട്രവാദത്തിന്റെ മറ്റൊരു മുഖമാണ്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഏത് അർത്ഥത്തിൽ, ഏത് തരത്തിൽ, ഏത് രൂപമെടുത്ത് ഇവർ വന്നാലും, ഏത് മാരീച വേഷത്തിൽ വന്നാലും ഇവരെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതെ. ശ്രീ ഷോൺ ജോർജ്, ജമാഅത്തെ ഇസ്ലാമി ഒരു പുതിയ അടവു നയം സ്വീകരിക്കുന്നു, മുഖം മിനുക്കൽ തന്ത്രത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ നമുക്കറിയാം ഇവർ എത്രത്തോളം അപകടകാരികളാകും ഓരോ രാഷ്ട്രീയ പ്രവേശനത്തിലൂടെയും എന്നുള്ളത്. കാരണം തുടർന്നങ്ങോട്ടുള്ള ഭരണചക്രം തങ്ങളിലേക്ക് എത്തുക, അതിനു മുൻപ് ഒരു മുഖമിനുക്കൽ നടത്തുക, പിന്നീട് എവിടെയെല്ലാം ശക്തി കേന്ദ്രമാകാൻ സാധിക്കുമോ അവിടെയെല്ലാം ശക്തി കേന്ദ്രമാകുക, പിന്നീട് അവരുടെ പഴയ ആശയത്തിൽ കൂടെ തന്നെ മുന്നോട്ട് പോവുക. ഇത് തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? കാരണം താങ്കൾക്കറിയാം ഒരു രാഷ്ട്രീയത്തിൽ ഇവരുടെ സ്വാധീനം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് പല കൊലവിളി പ്രസംഗങ്ങളും ഈരാറ്റുപേട്ടയിൽ കണ്ടതാണ്. പി സി ജോർജിനെ അടക്കം ഇവർ മതത്തിന്റെ പേര് പറഞ്ഞ് തന്നെ ആക്രമിക്കുന്ന സാഹചര്യം നമ്മൾ പണ്ടും കണ്ടതാണ്. അതുകൊണ്ട് ഇവർ എത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും രാഷ്ട്രീയ പ്രവേശനം നടത്തിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോവുക? ഞാൻ ഈ ആരിഫ് പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. കൂടെ കിടന്നവനെ രാപ്പനെ അറിയാവും. 2016 SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണ മേടിച്ച ആളാണ് പി സി ജോർജ്. അന്ന് 2000 വോട്ട് പോലും അവർക്ക് പൂഞ്ഞാർ നിയമനമില്ല. പക്ഷെ അവർ നമ്മൾ പിന്തുണ നൽകി. ഇപ്പം സ്വതന്ത്രമായി മത്സരിച്ച പി സി ജോർജ് ഇപ്പൊ പിണറായി വിജയനോ വി ഡി സതീശനോ മേടിക്കുന്നവരെ രഹസ്യമായി പിന്തുണയല്ല, പരസ്യമായി SDP പിന്തുണയുള്ള ജനപക്ഷ സ്ഥാനാർത്ഥി എന്ന് പോസ്റ്റർ അടിച്ചുകൊണ്ടാണ് ഞങ്ങൾ അന്ന് ഇലക്ഷനെ നേരിട്ടത്. അത് വളരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആദ്യത്തെ 2 വർഷക്കാലം, ആദ്യത്തെ 1 വർഷക്കാലം വളരെ നല്ല രീതിയിലുള്ള ബന്ധങ്ങളായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി മാറുകയും അതായത് 161 വാർഡിലേക്ക് പോകേണ്ട MLA ഫണ്ട് പൂർണ്ണമായിട്ടും അവർക്ക് വേണം. മാത്രമല്ല അധികാര കേന്ദ്രങ്ങളിൽ എല്ലായിടത്തും അവരുടെ ആളുകളെ തിരികെ കയറ്റുവാനും അവരുടെ ആളുകളെ സ്ഥാപിക്കുവാനും ഒക്കെ വലിയ രീതിയിൽ പി സി ജോർജ് വഴി സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. അതിനുശേഷം ആണ് അഭിമന്യുവിന്റെ കൊലപാതകം ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള കാര്യം, കൊലപാതക രാഷ്ട്രീയത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അന്നു മുതൽ പി സി ജോർജിനെ എങ്ങനെ തകർക്കണം എന്ന് അവർ ചിന്തിച്ചു തുടങ്ങി. അതിനുശേഷം ഞാൻ പറയട്ടെ, 2016 ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല, ഞാൻ അവരുടെ സംസ്ഥാന സമിതിയിൽ ഔദ്യോഗിക ചർച്ചയ്ക്ക് പോയിരുന്ന ആളാണ്. 139 നിയോജക മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണയും ഒരിടത്ത് പി സി ജോർജിന് പിന്തുണയും എന്നാണ് അന്ന് തീരുമാനിച്ചത്. അതുകൂടാതെ 2021 അവർ പൂർണ്ണമായി അവരെ തള്ളിപ്പറയുകയും അവരെ ഒരു കാരണവശാലും SDP പിന്തുണ എനിക്ക് വേണ്ട, രാജ്യസ്നേഹികളല്ലാത്തവരുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞാണ് പി സി ജോർജ് 2021 സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നത്. അന്ന് പി സി ജോർജിനെ തോൽപ്പിക്കാൻ ഏറ്റവും മുമ്പിൽ നിന്ന് SDP ആണ്. പക്ഷെ ഞാനിപ്പോൾ ഓർക്കുന്നത് കേരളത്തിലെ കഴിഞ്ഞ 2021 നിയമസഭാ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ 44 സീറ്റുകളിൽ SDP മത്സരിച്ചു. അതിൽ 33 വിജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. എന്നാൽ പൂഞ്ഞാറ് പോലെ SDP 10,000 വോട്ടെങ്കിലുമുള്ള പൂഞ്ഞാറ് പോലെയുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കാതെ വിട്ടു. എന്താണ് ആ വോട്ടും കൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ലഭിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി കഴിഞ്ഞ 2 ടേം പിണറായി വിജയൻ ഇവിടെ ഭരിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും SDP പിന്തുണയോടുകൂടിയാണ് ഭരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, അതാ 2023 കഴിഞ്ഞ് 24 വന്നപ്പോ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോ CPM എന്ത് ചെയ്തു, അത് തന്നെ കോൺഗ്രസ് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് ഓൾ ഇന്ത്യ തലത്തിൽ SDP ജമാഅത്തെ ഇസ്ലാമിയുടെയും പീഠമായി മാറിയിരിക്കുന്നു കോൺഗ്രസ്. അതായത് ഇവർക്ക്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, UP മുതൽ കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള എത്രയോ ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി നോർത്ത് ഇന്ത്യ ജയിച്ചു, ശരിയാണ്, പക്ഷെ ജയിക്കും ഉറപ്പായിരുന്നെങ്കിൽ വയനാട്ടിൽ മത്സരിക്കേണ്ടായിരുന്നു. വയനാട് എന്നിട്ടും അവിടെ രാജിവെക്കാതെ ഇവിടെ രാജിവെച്ചത് വീണ്ടും വയനാട്ടിൽ നിന്നും ജയിക്കുമെന്ന് ഉറപ്പുള്ള. എന്താ വയനാട്ടിന്റെ പ്രത്യേകത? നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട്ടിന്റെ പ്രത്യേകത എന്താണെന്ന്. അപ്പോ ഇപ്പൊ ഇതിനെ പാലൂട്ടി വളർത്തി എങ്ങനെയും അധികാരത്തെ തിരിച്ചെത്താൻ വേണ്ടി അത് CPM കോൺഗ്രസും ഇന്ന് അതേ നിലപാട് തുടരുകയാണ്. അധികാരം പിടിച്ചെടുക്കുവാനായി രാജ്യവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറെക്കുറെ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായി തുടങ്ങി. അവർ അതിൽ നിന്നും തിരികെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പൊ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവവാസങ്ങൾ പലതും നടക്കുന്നത്. അപ്പോ ഇപ്പൊ അത് കോൺഗ്രസ് ഏറ്റുപാടുന്നു. ഓൾ ഇന്ത്യ തലത്തിൽ ഇവിടെ ന്യൂനപക്ഷ പ്രീണനം മാത്രം നടത്തിക്കൊണ്ട് അധികാരത്തെ തിരിച്ചെത്താനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. എന്നിട്ട് എന്തായി? അതും പരാജയപ്പെട്ടു. ഇപ്പൊ അവർക്ക് മനസ്സിലായി മതരാഷ്ട്രം എന്ന സങ്കല്പം ഒരിക്കലും നടക്കില്ല. പക്ഷെ ഇവിടെ ഇസ്ലാം സഹോദരങ്ങളെ സംഘടിപ്പിച്ചു നിർത്തി BJPക്കെതിരായി വികാരമുണ്ടാക്കി ഇവിടെ അധികാരത്തിൽ വരാൻ പോകുന്നു. ഇപ്പോ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുന്നതാണ് SDP അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയും പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെയും PFIയുടെയും
രാഷ്ട്രീയ പോഷക സംഘടനകൾ ചിന്തിക്കുന്നത് ഈ അധികാരത്തിൽ വരാൻ പോകുന്നത് സ്വാഭാവികമായും UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഇതും ഇതൊക്കെ കഴിഞ്ഞ പിണറായിക്കെതിരെയുള്ള ജനവികാരമൊക്കെ വെച്ച് UDF ചേർന്ന് നിന്നാൽ അവർ അധികാരത്തിൽ എത്തുമ്പോൾ അവിടെ സമ്മർദ്ദ ശക്തിയായി നിൽക്കാം. 10 വർഷക്കാലം പിണറായി വിജയന്റെ ഒപ്പം നിന്ന് ഇവിടെ സമ്മർദ്ദ ശക്തിയായി നിൽക്കുന്നു. ഇനി അധികാരത്തിൽ വരുന്ന ആരാണോ അവർക്ക് സമ്മർദ്ദ ശക്തിയായി നിൽക്കുകയും BJPയെ ഇവിടെ ഡിഫെൻഡ് ചെയ്യാൻ, കേരളത്തിലെങ്കിലും BJPയെ ഡിഫെൻഡ് ചെയ്യാൻ എങ്ങനെ ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് അവരുടെ ചർച്ച. ആ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഈ മുഖം മിനുക്കലും ഈ രാഷ്ട്രീയ പ്രവേശനവും ഈ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ ഇവിടെ എല്ലാം സൂചിപ്പിച്ചു. ഇപ്പൊ ഒരു കാരണവശാലും ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രം എന്ന വാദമില്ലാതെ അവർ നിൽക്കാന്ന് പറയുന്നത് അത് പാർട്ടിക്കുള്ളിൽ തന്നെ കൃത്യമായ നിർദ്ദേശം കൊടുത്തതിന് ശേഷമായിരിക്കും ഇങ്ങനെ നിലപാട് പ്രഖ്യാപിച്ചത്. കാരണം ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യമാണ്, ഇത് BJP ഭരിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വാദങ്ങളുമായി മുമ്പോട്ട് പോയാൽ എന്താവും അവസ്ഥ എന്നുള്ളത് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഈ നിലപാട് മാറ്റം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതെ, ശ്രീ ആരിഫ് ഹുസൈൻ, എന്തായാലും ഈ ഒരു പുതിയ അടവു നയം ഇത് തങ്ങൾക്ക് ഇതിലൂടെ ഈ അടവു നയത്തിലൂടെ സമൂഹത്തിൽ സ്വാധീനം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളൊരു ധാരണയിൽ ജമാഅത്തെ ഇസ്ലാമി എത്തിച്ചേർന്നിട്ടുണ്ടോ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഏതെങ്കിലും രീതിയിലുള്ളൊരു സ്വാധീനം ഈ ഒരു അടവു നയത്തിലൂടെ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുമോ? അവരുടെ വലയിൽ വീഴുക, സാധാരണ വീഴാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വോക്കുകളാണ്. ഞാൻ അവരെ ആ രീതിയിൽ വിളിക്കാറുള്ളൂ. മുസ്ലിങ്ങൾ ഏതായാലും ആ വലയിൽ വീഴാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ആ തീവ്രവാദ സംഘത്തിന്റെ തീവ്രവാദ സ്വഭാവത്തെ തുറന്നു കാണിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മളിവിടെ സൂചിപ്പിച്ച തേജസോ അതല്ലെങ്കിൽ മറ്റ് അതുപോലെയുള്ള പത്രങ്ങൾ പലരും പറയുന്നു മൗദൂദി ഇല്ലാത്ത ജമാഅത്തോ എന്ന് ചോദിച്ചുകൊണ്ട് തലക്കെട്ട് വരുന്നു. അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ഈ തരം ആശയങ്ങളോട്, അതായത് അവരുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ എന്ന് തിരിച്ചറിവുള്ള അത്തരം സംഘടനകൾ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അതിനെ എടുത്തു വെച്ചുകൊണ്ട് ഈ ഒരു വിമർശനത്തെ ഒന്ന് കൊഴുപ്പിക്കുന്നതിന് പകരം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക ആരാണ്? അത് ഇവിടുത്തെ വോക്കുകളാണ്. ആ വോക്കുകളിൽ പ്രധാനപ്പെട്ട ആളുകൾ ആരായിരിക്കും? അത് ഇവിടുത്തെ ഇടതുപക്ഷം, പിന്നെ ഹിന്ദു സമുദായത്തിൽ ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് അതിനകത്ത്. ഒരു പറ്റം ദളിത് ആക്ടിവിസ്റ്റുകൾ, ഞാൻ അങ്ങനെ തന്നെയാണ് പറയുക, സ്വതന്ത്ര ചിന്തകരുടെ ഇടയിൽ പോലും ഈ തരത്തിൽ ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന് പേരെടുത്ത് നമ്മൾ പറയാറുള്ള ചില, ഇപ്പോൾ TS ശ്യാംകുമാറിനെ പോലുള്ള ആളുകൾ, കപ്പിക്കാടിനെ പോലുള്ള ആളുകൾ, ഇവരെല്ലാം ഈ പാളയത്തിലാണ്. ഈ പാളയത്തിൽ നിന്നുകൊണ്ട് ഈ സുഡാപ്പികൾക്ക് അല്ലെങ്കിൽ ഈ ഭീകരവാദികൾക്ക് വീടുവേല ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ആ തരത്തിലുള്ള മാമാപ്പണി ചെയ്യുന്ന പരിപാടിയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും വെള്ളപൂശാൻ വേണ്ടിയിട്ട് അവരൊരു ഉപജാപ സംഘത്തെ കൂടി സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് ആകൃഷ്ടരാവുന്നത്, അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് കൂടുതൽ ഇവിടെ സ്ഥാപിക്കപ്പെടുകയും അത് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അത് ഈ വോക്കുകളിലൂടെയാണ്, കപട പുരോഗമനം പറയുന്ന ആളുകളിലൂടെയാണ്. അവരെയാണ് നമ്മളിവിടെ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി വേറെ എന്തെങ്കിലും ചേർത്ത് വെച്ച് പറയാതിരിക്കുക എന്നുള്ളത് ചെയ്താൽ തന്നെ ഈ തരത്തിലുള്ള കപട പുരോഗമനവാദികൾ ഇതിലുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പ് തിരിച്ചറിയാനും ഈ തരത്തിൽ ഭീകരവാദത്തെ ഒളിപ്പിച്ച് കടത്താൻ വേണ്ടി ശ്രമിക്കുന്ന, ഇതുപോലെ തക്കിയയിലൂടെ ചെറിയ അടവ് നയത്തിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ തനിനിറം അത് പൊളിച്ചു കാണിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അത് മാത്രമേ നമുക്ക് ഇതിനകത്ത് പോംവഴിയായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, എന്തായാലും ഈ ആശയ വ്യതിചലനം അത്ര നിഷ്കളങ്കമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയായിരിക്കും? അതിപ്പോ വളരെ സുവ്യക്തമാണ്. അവരുടെ തന്നെ പ്രഖ്യാപിതമായ അവരുടെ ബൈലോ എടുത്ത് നോക്കിയാൽ മതി. അതിൽ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, തെറ്റിദ്ധാരണ നമുക്ക് മാത്രമാണ്, അവർക്കൊരു തെറ്റിദ്ധാരണയില്ല. അപ്പം അതെ, സമുദായ സംഘടനകൾ ഇവിടെ കടന്നു കയറിയിരിക്കുന്നു. ക്രൈസ്തവ സമുദായം മാത്രമല്ല സമകാലികമായി ക്രൈസ്തവ സഭയിലുണ്ടായ പല വിഷയങ്ങൾക്കിടയിലും ഇവരുടെ കൃത്യമായ സാന്നിധ്യവും സാമ്പത്തിക സോഴ്സുകളുമുണ്ട്. മാത്രമല്ല ഉണ്ട്. എല്ലാ മതങ്ങളിലകത്ത് രാഷ്ട്രീയ പാർട്ടികളകത്ത് ഇവർ പല രീതിയിൽ കയറി കൂടിയിട്ടുണ്ട്. മുസ്ലിം ലീഗിനിടയിൽ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് ഈ അടുത്ത കാലത്തുണ്ടായ ശക്തിക്ഷയം അടിസ്ഥാനപരമായി അവർക്ക് തീവ്രത കുറവാണ് എന്നുള്ള വലിയ പ്രചരണം ഇവർ നടത്തുന്ന പ്രചരണം മുസ്ലിം ലീഗിനെ ഒരു മതേതര ഉണ്ടെന്ന് ഇപ്പൊ ഇല്ല, ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ലീഗിനെ അത് അങ്ങനെ ആണെങ്കിൽ ഇനി നിങ്ങളോടൊപ്പം ഞങ്ങൾ ഇല്ല എന്ന നിലയിലേക്ക് സമുദായത്തെ കൊണ്ട് പറയിപ്പിച്ച് അവരെയും അത്തരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. മുസ്ലിം ലീഗ് ഇപ്പോൾ തീവ്രത ഞങ്ങൾക്ക് കുറവാണ്, ഞങ്ങൾ തീവ്രത കൂട്ടാം എന്ന അഭിപ്രായത്തിൽ ഇവർ തമ്മിൽ ഇപ്പോൾ ഒരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അല്ല, അത് മാത്രമല്ല, തൊടുപുഴ ന്യൂമാൻ കോളേജിലുണ്ടായ ആ ജോസഫ് മാഷ കൈവെട്ടിൽ
ആ കുടുംബത്തെ മുഴുവൻ സഭ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് ഈ ജിഹാദികൾക്ക് വേണ്ടിയിട്ട്. അങ്ങേയറ്റത്തെ അപലപനം, അതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. വളരെ സുപ്രസിദ്ധമായ ഒരു കോളേജ്, വളരെയധികം കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിലെ ഒരു അധ്യാപകന്റെ കൈവെട്ടി എറിഞ്ഞിട്ട് ആ കുടുംബം മുഴുവൻ കുളം തോണ്ടിയിട്ട് പോലും അയാളുടെ പെൻഷൻ വരെ തടഞ്ഞു വെക്കുന്ന നടപടി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇപ്പൊ കേരളത്തിലെ ഏതൊരു വ്യക്തിയും ആക്രമിക്കാൻ വേണ്ടിയിട്ട് ജിഹാദികൾക്ക് കാർട്ട് ബ്ലാൻഷ്, അതായത് ഫ്രീഡം കൊടുത്തിരിക്കുകയാണ് ഈ പിണറായി സർക്കാരാവട്ടെ, ഇവിടുത്തെ വലിയ സാംസ്കാരിക നായകന്മാരാവട്ടെ, ഇവരൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവരെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അപകടകരമാണ്. ഏത് വിധേനയും ഇവർ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേമരാഷ്ട്രമല്ല. ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസത്തെ പൂർണ്ണമായും പിൻപറ്റുക തന്നെ വേണം. ഇല്ലെങ്കിൽ ദിമ്മി സ്റ്റേറ്റസ് ആണ്. ആ ദിമ്മി സ്റ്റേറ്റസിലേക്ക് തരം താഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജീവിക്കുന്നത് തന്നെ നരകമായി തീരും. അപ്പോ ഇസ്ലാമിക സ്റ്റേറ്റിന്റെ കീഴിൽ നരകത്തിൽ ജീവിക്കണോ, അതോ ഇസ്ലാമിക ശക്തികളെ നിയന്ത്രിച്ച് അവരുടെ പല്ലും നഖവും കൊഴിക്കണോ എന്നുള്ളതാണ് ജനാധിപത്യ സമൂഹത്തിന് മുമ്പിലുള്ള ചോദ്യം. അതെ, നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എന്തായാലും ഇസ്ലാം മതരാഷ്ട്രവാദത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിൻവാങ്ങി എന്ന് നേതാക്കൾ അവകാശപ്പെടുമ്പോഴും സംഘടനയുടെ ലക്ഷ്യം മതരാഷ്ട്ര സ്ഥാപനമാണെന്നത് തന്നെയാണ് ഭരണഘടനയിൽ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ആശയ വ്യതിചലനം സംശയത്തിൻ്റെ മുനയിൽ തന്നെ നിൽക്കുകയാണ്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.